നിങ്ങളുമായി ഈ രാത്രിയിൽ അല്പനേരം ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ എന്റെയും ജീവിതത്തിൽ കർത്താവ് നൽകിയ അവസരത്തിനായ സ്തോത്രം. എൻ്റെ പേര് ജോൺസൺ ജോൺ. ഞാനിവിടെ UK ലിവർപൂൾ എന്ന സ്ഥലത്ത് കഴിഞ്ഞ 23 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഒരു 35 വർഷത്തോളമായി ദൈവവേലയിലായിരിക്കുന്നു. നാട്ടിലും ഒക്കെയായി നോർത്ത് ഇന്ത്യയിലും ഒക്കെ കർത്താവിന്റെ വേലയെ ചെയ്ത ശേഷം ഇവിടെ വന്നപ്പോൾ 23 വർഷമായി ഒരു ചർച്ചയ്ക്ക് ആരംഭിച്ച് ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് സുരേഷ് ബാബു പാസ്റ്റർ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരികയും അദ്ദേഹത്തിലൂടെ ഇങ്ങനെ ഒരു ചാൻസ് ദൈവം നിങ്ങളുമായി ഇന്ന് രാത്രിക്കാല തിരക്കൊക്കെ ആയതുകൊണ്ട് അവനിങ്ങനെ ഓപ്പർച്യൂണിറ്റി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കാം. നിങ്ങൾ വളരെ ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. നിങ്ങളുടെ കൂടെ ദൈവിക സാന്നിധ്യം ചലിക്കുന്നുണ്ട്. സ്തോത്രം. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ശത്രു പലപ്പോഴും നമ്മൾ അവനെ നിസ്സാരമായി കാണാതെ നമ്മുടെ കൂടെ ഉള്ളവൻ അവനേക്കാൾ വലിയവനാന്നുള്ള ചിന്തയിൽ അവന്റെ ശക്തിയിൽ പോരാടി നിന്ന് വേണം മുൻപോട്ട് പോകുവാൻ. ഇന്ന് അല്പനേരത്തെ ചിന്തിക്കാൻ നമുക്കൊരു വേദഭാഗം വായിച്ച ശേഷം ചില കാര്യങ്ങൾ ചിന്തിച്ച് കർത്താവിൽ ആഗ്രഹിക്കും. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദിനവൃത്താന്ത പുസ്തകം 2 Chronicles chapter 32 verse 7. 2 Chronicles 32 verse 7. ആരെങ്കിലും ഒരാൾ അവിടത്തേക്ക് കൊണ്ടത് വായിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ഭാഗം ഇതാണ്. കാര്യം ഞാൻ ഈ ഒരു വാർത്ത കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു വചനമാണ്. മരണദൂതൻ പലപ്പോഴും കയറി ഇറങ്ങി പോകാറുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുന്ന ചില വാഹനങ്ങളിൽ നിരന്തരം മരണദൂതൻ മുമ്പിൽ വരും. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ അദൃശ്യമായ കരം വെച്ച് ചില വാഹനങ്ങള് മരണത്തിൽ നിന്നും വലിയ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുന്നതായി ദൈവാത്മാവിനെ കാണിപ്പാനിടയായി. പലപ്പോഴും ആ നിങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം അല്ല ദൈവത്തിന്റെ ദൂതൻ തന്റെ പരിചയം കൊണ്ട് അതിനെയെല്ലാം തട്ടി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മളിവിടെ വായിച്ച വാക്യം പോലെ നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിലേക്ക് അടുക്കുവോ അത്രത്തോളം നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകും. ഈ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്, ഒരു പദമാണ്. അതാണ് ഞാൻ പ്രാരംഭമായി ഒന്ന് ഓർപ്പിച്ച്. നമ്മുടെയൊക്കെ ക്രിസ്തീയത്തിൽ ഇന്നും നമുക്ക് പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദിവസത്തിലേക്ക് അടുക്കാൻ കഴിയാതെ ഒരു ഉപവാസ പ്രാർത്ഥനയിലും ഓരോ സഭായോഗത്തിലും ഓരോ പ്രാർത്ഥനയിലും നമ്മളൊക്കെ വലിയ തീരുമാനങ്ങൾ എടുക്കുകയും വലിയ ദൈവ സാന്നിധ്യം ദൈവാത്മാവിന്റെ ശക്തിയൊക്കെ പ്രാപിക്കുകയും ചെയ്തിട്ടും പല കാര്യങ്ങൾക്കും വേണ്ടതുപോലെ ഒരു നീക്കുപോക്ക് പെർമനന്റ് ആയിട്ട് ചില ഷോർട്ട് ടൈം സൊല്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ പെർമനന്റ് ആയിട്ട് ഒരു നീക്കുപോക്ക് വരാത്തതിനൊരു കാരണം നമുക്ക് ഒരു വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. 2 രാജാക്കന്മാർ അതിനെ 18-ാം അധ്യായം 3-ാമത്തെ വാക്യം 3-ഉം 4-ഉം വാക്യം ഒരു പദം അവിടെ കാണാൻ കഴിയും. ആ പദമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അടുത്ത വാക്യം. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടൻ എന്ന് പേരായിരുന്നു. അവൻ ഇവിടെ ആ ഒരു പദം മാത്രമാണ് ഇത് നമ്മൾ അല്പനേരം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ആ വേർഡ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നിൽക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ ഈ പൂജാഗിരികൾക്ക് പലപ്പോഴും മാറ്റം വരുന്നു. ഇവിടെ ഈ തകർത്ത പൂജാഗിരികൾ വീണ്ടും പണിയുന്നതായി നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. എന്താണ് ഈ പൂജാഗിരികൾ? ഹൈ പ്ലേസ്. എന്താണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഹൈ പ്ലേസ് എന്ന് മീൻ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് മാറ്റാൻ പറ്റാത്ത മറ്റെത്ര മാനസാന്തരത്തിലേക്ക്, എത്ര ആരാധനയിലേക്ക്, എത്ര തീരുമാനത്തിലേക്കൊക്കെ നാം ഒതുക്കപ്പെട്ടാലും പലപ്പോഴും എന്ത് ചെയ്യുക, ചില ഹൈ പ്ലേസുകൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുക.
അതിന് മാത്രം ഈ 40 വർഷമായിട്ടും 30 വർഷമായിട്ടും ഒക്കെ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്നില്ല. എങ്കിലും പൂജാഗിരികൾ മാറ്റം വരുത്തിയില്ല, പൂജാഗിരികൾ മാറ്റിക്കളഞ്ഞില്ല. ഇസ്രായേൽ ജനം ആദ്യം തൊട്ട് നമുക്കറിയാം മറുകരയിൽ എഫോദ് ഉണ്ടാക്കുന്നില്ലേ, അവിടെ തുടങ്ങുന്നു. ഇവിടെ നെഗസ്റ്റിനെ ആക്ച്വലി നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം കൽപ്പിച്ചാക്കിയത്. അതൊരു പെർമനന്റ് വേണ്ടി അല്ലായിരുന്നു. ആ പ്രദേശത്ത് കടന്നു വന്നപ്പോൾ അവിടെ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സ്ഥാനം. അതിന്റെ ഒരു വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടും ഇവര് പോരുമ്പോൾ എന്ത് ചെയ്യുക? ഇതിനെയും കൂടെ കൊണ്ടുപോരുക. യഹോവയായ ദൈവമുണ്ട്, സമാഗമന കൂടാരമുണ്ട്, പുരോഹിതന്മാരുണ്ട്, യാഗങ്ങളുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സഭായകമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ തന്നിലൂടെ ദൈവവചനങ്ങളൊക്കെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴും എവിടുന്നോ പാരമ്പര്യത്തിലോ അല്ലെ നമ്മൾ കടന്നുപോയ ഏതോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളിൽ വന്നു ചേർന്ന ചില സ്വഭാവ വ്യത്യാസങ്ങൾ ചില മുഴകൾ പോലെ അല്ല ചില ചീളുകൾ പോലെ എവിടെയൊക്കെയോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇന്നും മാറാതെ കിടക്കുക. നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും ഒക്കെ എന്ത് ചെയ്യുക? നമുക്ക് മാറ്റം വരുത്താൻ കഴിയാത്തത് അതിനെ ഒന്ന് കണ്ടുപിടിച്ച് ഈ രാത്രികാലം വെട്ടിയാൽ എന്ത് ചെയ്യാൻ പോവാ? നീ ഇന്ന് ദൈവം നിന്നെ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളിൽ നാളുകളായി നീ ആഗ്രഹിക്കുന്ന മാറ്റമൊക്കെ നിന്റെ വ്യക്തി ജീവിതത്തിന്റെ ഹൈ പ്ലേസുകൾ ഒന്ന് ഉടഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെ നമുക്കറിയാം ദൈവജനത്തിൽ പോകുന്ന കട്ടകൾ ഒന്ന് ഉടഞ്ഞാൽ വേണ്ട വണ്ണം എന്ത് ചെയ്യുക? വിത്തുകൾക്ക് മുളയ്ക്കാൻ കഴിയാതെ വണ്ണം എവിടേക്കോ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന ഈ സ്വഭാവങ്ങൾ എല്ലാം മാറും. ചിലരൊക്കെ വളരെ ആത്മീയരാണ്. ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ അറിയാം, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാൽ ദൈവവചനം വിശ്വസിക്കാനൊക്കെ ഞാൻ 3 ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ശക്തന്മാരും അവിശക്തന്മാരുമായ ദൈവദാസന്മാർ അവർ പഠിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് വെളിപ്പെട്ട് വരുന്ന വചനത്തിന്റെ മർമ്മങ്ങളും അല്ലെങ്കിൽ ചില ദൈവദാസന്മാരുടെ പ്രസംഗങ്ങള് അല്ലെ ചില പ്രവാചകന്മാരുടെ ശുശ്രൂഷകള് അതൊക്കെ വളരെ ശക്തമായി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് അറിഞ്ഞും അറിയാതെയും അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണോടിക്കാൻ കഴിയുമ്പോൾ, അവർ സ്റ്റേജിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവർ മൈക്കിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ, അവർ ശുശ്രൂഷയുടെ മുഖത്ത് വരുമ്പോൾ കാണുന്നവരല്ല അവർ പിന്നെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവർ ശുശ്രൂഷ വളരെയധികം ശോഭിച്ചു വരുന്ന ആൾക്കാരാണ്. പ്രവചനമൊക്കെ വളരെ കൃത്യമാണ്. കൺവെൻഷൻ പ്രസംഗമൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്. വലിയ നേതൃത്വ പാഠവും ദൈവമാവ് കൊടുത്തവരാണ്. പക്ഷെ അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഇപ്പോഴും ചില ബലിപീഠങ്ങളെ വെട്ടിക്കളയുവാൻ, പൂജാഗിരികളെ വെട്ടിക്കളയുവാൻ, ചിലതിന് മാറ്റം വരുത്താതെ നിൽക്കുക. പ്രാർത്ഥനയുണ്ട്, പക്ഷെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രയോറിറ്റി ഈ ദിവസങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷ സഭയെ പറയും, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടുവിശ്വാസികളും എങ്ങനെ അവരോട് തമാശ പറയാം, സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റേയും കൂടെ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. ഇതിനപ്പുറത്തോട്ട് പോകാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ബൗണ്ടറി ഇന്നും നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്തെ രീതിയിലാണ്. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഞാനിങ്ങനെ മുഖവരകളില്ല പ്രസംഗിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ പോലെ മുഖവര പറഞ്ഞ സാക്ഷ്യങ്ങളൊന്നും കളയുന്നില്ല. സാക്ഷ്യങ്ങളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ദൈവാത്മാവ് തരുന്ന പോലെ പറയാൻ കഴിയും. ഞാൻ പറയാം, നിങ്ങൾക്ക് അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നനായ ഒരു ദൈവദാസൻ, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ നിങ്ങളുടെ നടുവിലുണ്ടാവും. നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. ഈ സന്ധ്യാവേളയിൽ ഒരു വലിയ ദൈവകൃപ നിങ്ങളുടെ നടുവിലൂടെ നിൽക്കുകയാണ്. പക്ഷെ അത് പലപ്പോഴും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ പൂർണ്ണതയിലേക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത തടസ്സമായി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ ധൈര്യമായിരിക്കണം. ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പോവാ? നമ്മുടെ കൂടെ ഉള്ളവൻ ആരാണെന്ന് നിന്റെ പാളയത്തിൽ വെളിപ്പെടാൻ പോവുക, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുക, നിന്റെ പ്രാർത്ഥന മണ്ഡലത്തിൽ വെളിപ്പെടാൻ പോവുക. കഴിഞ്ഞ നാളുകളാ നിന്റെ തൊഴിൽ മണ്ഡലത്തിൽ ഒരു മോർദെഖായി നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഈ നാളുകളിൽ ഒന്നേ ഉള്ളൂ, ഒരു ഉപവാസത്തോടെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തോടെ ഇന്ന് എന്ത് ചെയ്യുക? നിന്റെ വ്യക്തി ജീവിതത്തെ ഒന്നും കൂടെ ഒന്ന് ഉടയ്ക്കുവാൻ, ചെറിയൊരു കട്ടയും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്താൽ എന്ത് ചെയ്യുക? ദൈവികമായ ഒരു വലിയ സാന്നിധ്യം എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങാൻ പോകും. ഞാൻ ഈ പറയുന്നത് ഞാൻ വളരെ നാളുകളായി കർത്താവിന്റെ വേലയിൽ നിൽക്കുകയും വളരെയധികം പ്രതികൂലങ്ങളിലൂടെ പോവുകയും കർത്താവ് തന്ന ശുശ്രൂഷകളുമായി പോരാടി പിശാചുമൊക്കെ പോരാടി നിന്ന സമയങ്ങളിലൊക്കെ അനുഭവിച്ച കഷ്ടത ചെറുതൊന്നുമല്ല. പക്ഷെ അപ്പോഴൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞ് ആ ശക്തിയെക്കാളും വലിയൊരു ശക്തി എൻ്റെ കൂടെയുണ്ട്.
അത് പലപ്പോഴും നമ്മുടെ പ്രതികൂലങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് രുചിച്ചറിയാനും കാണാനും പ്രത്യക്ഷമായി വരുന്നില്ലെങ്കിലും ദൈവമക്കളെ ഓർക്കണം, നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അടുത്ത് നിന്നോട് പോരാടാൻ നിൽക്കുന്ന, നിന്റെ ജോലി സ്ഥലത്ത് പോരാടാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞ് പഠിക്കുന്നിടത്ത് പോരാടാൻ നിൽക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട രോഗികളായി കിടക്കുന്ന രോഗശൈകയിൽ എന്ത് ചെയ്യുക, നിന്നോട് പോരാടാൻ നിൽക്കുന്നവരെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും പ്രവാചകൻ പറഞ്ഞു പോലെ, കർത്താവേ ഇവരെ കണ്ണൊന്ന് തുറക്കണമേ, നീ ഒന്ന് കാണണം, അവനേക്കാൾ വലിയ ഒരുവൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് ചെയ്യുക, സൈന്യം പുറകെ വരുന്നു. പക്ഷെ ഇതിന്റെ നടുവിലേക്ക് ഒരു ശക്തി മാറി നിന്നപ്പോൾ ആ ശക്തി അവർക്ക് പ്രതികൂലമായും നമുക്ക് അനുഗ്രഹമായി, നമുക്ക് വലിയ ആശ്വാസമായി തീരാൻ കഴിയും. നിന്റെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ആ ശക്തിയെ നിനക്ക് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും ഇങ്ങനെ കഷ്ടതയിലൂടെ പോയപ്പോൾ ഞാൻ വളരെ ക്ലിയറായി എൻ്റെ ജീവിത കാലത്തിൽ ഇതുവരെ 3 പ്രാവശ്യം ഓഡിയോ സൗണ്ട് കേൾക്കുന്നത് പോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. വെറുതെ ദൈവം നമ്മുടെ തോന്നലുണ്ടാകുകയോ ഒരു ദൈവവചനം മനസ്സിൽ തോന്നുകയോ അല്ലെ ഒരാളിലൂടെ ഇടപെടുന്നതല്ലാതെ ദൈവശബ്ദം എൻ്റെ കാതുകളിൽ കേട്ടിട്ടുണ്ട്. കാര്യം ഞാൻ അതുപോലെ മരണകരമായ അനുഭവത്തിൽ പോകാമായിരുന്നു. തൊട്ടു മുമ്പിൽ മരണം നിന്ന സമയങ്ങളിൽ ആദ്യത്തെ 2 പ്രാവശ്യം ഞാൻ കേട്ടത്, എൻ്റെ കൃപ നിനക്ക് മതി. കാര്യം ഞാൻ ഹൈ റേഞ്ചിലാണ് താമസം. അവിടെ ഞാൻ എബ്രോണിൽ പഠിച്ചുകൊണ്ട്, കുമ്മനാട് എബ്രോണിൽ പഠിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഒരു വിഷം കയറി. ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചു ഡോർമെട്രി വന്ന് കിടന്നു. അവിടെ നിന്നും നിവൃത്തിയില്ലാതെ എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ, എൻ്റെ എല്ലാ ജോയിൻസുകളിലൂടെ, ശരീരത്തിന്റെ എല്ലാ സ്ഥലഭാഗങ്ങളിലൂടെയും വിരലുകളിലൂടെ എല്ലാം പസ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. കാര്യം ഒന്നിലധികം നിങ്ങൾക്കറിയാലോ, നാട്ടിലെ കുളവി അല്ലെങ്കിൽ കടന്നൽ പോലുള്ള വലിയ ഈ മരകുളവി എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു 10-500 ഞാനൊരു കൂട് വലിച്ചു പറിച്ച് കളഞ്ഞതാണ്. അതെന്നെ കുത്തി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്നെ ഉപേക്ഷിച്ചു. 2 മണിക്കൂറൂടെ കഴിഞ്ഞാൽ ഈ കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയാണ്. ഞാനന്ന് ICUവിൽ കിടക്കുകയാണ്. എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ വീർത്ത് പോയി. എൻ്റെ ശരീരം മുഴുവൻ നീര് കീറിപ്പോയി. എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നവരെ അവർ പറയുന്നത് എനിക്ക് കേൾക്കാം, അവരെ കാണാൻ കഴിയത്തില്ല, എനിക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ വാർഡനടുത്ത് നിന്ന് പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം എൻ്റെ ബെഡിൽ അമർന്നപ്പോൾ ഒന്ന് തൊട്ടെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാതിരുന്ന സമയമുണ്ട്. അങ്ങനെ ഞാൻ മരണവുമായി നിൽക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ, എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം രക്ഷിക്കപ്പെട്ട് ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന ആ സമയത്ത് 2 കണ്ണും കാണാത്ത ഒരു പ്രവാചകൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും എൻ്റെ സാക്ഷിയായി അയക്കും. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ എന്നോട് പറഞ്ഞ വാക്ക് ഇന്ന് കിടക്കുക. ഞാൻ ഡൽഹിക്ക് അപ്പുറത്തോട്ടൊരു സ്ഥലം 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് ഡൽഹിക്ക് അപ്പുറത്തോട്ടൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. നിന്റെ വാഗ്ദത്തം ഇതാ, എല്ലാ വൻകരകളിലും എന്നെ അയക്കാം. ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ശരീരത്തിൽ മരണം കയറി വരിക. എൻ്റെ കാലുകളെല്ലാം ഐസ് ക്യൂബ് പോലായി പോവുകയാണ്. എൻ്റെ ശരീരത്തിന്റെ ചെസ്റ്റിന്റെ അവിടം വരെ മരണം ഇങ്ങനെ ഐസ് പോലെ വന്നിങ്ങനെ കയറി വരികയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിച്ചം എൻ്റെ പാദത്തിൽ അടിക്കുകയും അത് എൻ്റെ ശരീരത്തിൽ കയറി ഞാൻ ചാടി എഴുന്നേറ്റ് ഈ മോണിറ്ററിന്റെ കണക്ഷൻസ് എല്ലാം വലിച്ചെറിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ ഡോർമെട്രി വന്നപ്പോഴാണ് ഈ വിഷത്തിന്റെ ആ ബാലൻസ് എൻ്റെ ശരീരത്തിൽ കയറി. ഞാൻ നാട്ടിലേക്ക് പോയി. എൻ്റെ വീട് അന്ന് ഞങ്ങളുടെ ടോയ്ലറ്റ് ഔട്ട്സൈഡായിരുന്നു. ഇനി ഒരു 5:30-6 ആയ സമയത്ത് എനിക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നി. വേറെ ആരും വീട്ടിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ തൊഴുത്തിന്റെ സൈഡിൽ കൂടെ വേണം പുറകോട്ട് പോകാൻ. അവിടെ പോകുമ്പോൾ ഞാൻ ഈ ഒരു 2 താഴ്ചയുള്ള ഒരു വലിയ ഈ തൊഴുത്തിന്റെ അടുത്തെ ചാണകക്കുഴിയിലേക്ക് വീഴുകയാണ്. വെള്ളം വീണ് നിറഞ്ഞു കിടക്കുക. ജൂൺ ജൂലൈ സമയങ്ങളാണ്. ഞാനിങ്ങനെ ആ കമ്പയിൽ നിന്ന് ഊർന്നു പോകുക. താഴേക്ക് വേണം, ആരും അറിയത്തില്ല. സമയത്തെങ്ങും ആ ദേശത്തെങ്ങും ആരും ഉണർന്നിരിക്കുന്നവർ കാണത്തില്ല. ഞാൻ ആ കമ്പിൽ കിടന്നിങ്ങനെ താഴേക്ക് ഊർന്നു പൊക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ അവിടുന്ന് എങ്ങനെയോ മേളിൽ കയറി വന്നു. ഞാൻ കയറി കിടന്നു. ഒരു 8:30-9 ആയപ്പോൾ വീണ്ടും ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തെ എല്ലാ മുറിവുകളും കരിഞ്ഞ് ഞാൻ തീർത്തും അങ്ങനെ ഒരു അസ്വസ്ഥത എൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് തോന്നിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്നെ അവിടെ മുക്കിക്കളയാൻ പിശാച് ശ്രമിച്ചു. കാര്യം എൻ്റെ സാക്ഷിയൊക്കെ
വലിയ സ്തോത്രം, മാസങ്ങളോളം പറഞ്ഞ തീരാത്ത സാക്ഷ്യങ്ങളാണ്. ഞാൻ ദൈവവചനം പഠിച്ച ശേഷം കർത്താവിനെ ഈ വേല ഉപദേശിപ്പണി വേണ്ടെന്ന് പറഞ്ഞു പോയ കാലത്ത് ഞാൻ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹൈന്ദവ ദേവാലയങ്ങളിലൊക്കെ ചെന്ന്, അല്ലെങ്കിൽ അവരുടെ അമ്പലങ്ങളിലൊക്കെ ചെന്ന്, നമ്മുടെ പള്ളികളിലൊക്കെ ചെന്ന് അതിൻ്റെയൊക്കെ തൊട്ട് മുമ്പിൽ പോയി വെല്ലുവിളിച്ച് പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഇതുങ്ങൾ എന്നെ ഒടുക്കിക്കളയാൻ പല സമയം ശ്രമിച്ചപ്പോഴും എന്റെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നൊരു ആത്മസാന്നിധ്യം. ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ നല്ല വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ പീഠത്തിൽ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണാൻ ഒരു സാന്നിധ്യം, ഒരു കുറയും ലഭിച്ചാൽ ദൈവത്തിലെ നമ്മളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഇതുപോലെ ഡൽഹിയിലായിരുന്നപ്പോൾ വീണ്ടും ഒരിക്കൽ ഇതേ ശബ്ദം എന്നെ കേൾപ്പിച്ചു. പിന്നീട് ഒരിക്കൽ കൂടെ ആ ശബ്ദം എന്നെ കേൾക്കാനിടയായി. ഞാൻ പറഞ്ഞത്, നമ്മൾ തളർന്നു പോകുമെന്ന് തോന്നുമ്പോൾ പലരും ചോദിക്കും, ദൈവത്തെ കണ്ടിട്ടുണ്ടോ, ദൈവം സംസാരിച്ചിട്ടുണ്ടോ, ദൈവം എന്നോട് സംസാരിച്ച് ഞാൻ സ്നാനപ്പെടാം, ദൈവം എന്നോട്, ഞാൻ അവരോടൊക്കെ പറയും, എനിക്കുണ്ട് എന്നോട് സംസാരിച്ച ശബ്ദം. കാര്യം ആ സമയത്ത് അങ്ങനെ ആ പ്രദേശങ്ങളിൽ ആരുമില്ല. ഡൽഹിയിൽ ഒരു ഫ്ലാറ്റിൽ ഞാൻ കിടക്കുകയാണ്. എൻ്റെ വൈഫ് അന്ന് ഓൾ ഇന്ത്യ ഡ്യൂട്ടി ചെയ്യുന്നു. അവള് ഡ്യൂട്ടിക്ക് കിടന്നുപോയി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 8ാമത്തെ ദിവസം എനിക്ക് ടൈഫോയിഡ് പിടിച്ചു. ടൈഫോയിഡ് പിടിച്ച് 3 പ്രാവശ്യം ടൈഫോയിഡ് മാറി മാറി വന്നു. 4ാമത് മലേറിയയും പിടിച്ച് ആ ഫ്ലാറ്റിലുള്ള എല്ലാ ആൾക്കാരും പോകുമ്പോൾ അവളെ ട്രിപ്പ് ജനല ഇട്ട് തരും. കല്യാണം കഴിഞ്ഞ സമയമാണ്. അവിടെ ചെറിയ ചർച്ചിന്റെ ഒരു പൈനിയർ ചർച്ചിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ജോലിക്ക് പോയി. ഞാൻ എൻ്റെ ബെഡിൽ നിന്നും ഒരു 1 റൂം സെറ്റാണ്, അതിനകത്തേക്ക് വെള്ളം എടുക്കാൻ പോയപ്പോൾ എൻ്റെ തല കറങ്ങി തറ വീണ് കിടക്കുക. എത്ര നേരം കിടന്നൊന്നും അറിയത്തില്ല. മറ്റാരുമില്ലായിരുന്ന സമയത്ത് ഒരു മുഴക്കം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എൻ്റെ കൃപ മതി. ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ജഡ്ഡിയിലെ ഒരു വലിയ ചർച്ചിലെ പാസ്റ്ററായിട്ടാണ് പിന്നീട് പോകുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ പ്രതികൂലങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, ഏത് രോഗം നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഏത് പ്രതികൂലങ്ങൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവമക്കളെ, നിങ്ങൾ ദൈവ ശബ്ദത്തിനൊന്ന് കാതോർത്ത് നോക്കിക്കേ. തീർച്ചയായും നിനക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ജീവിച്ചിരിക്കുന്ന അനവധി പ്രാവശ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മരണത്തിന്റെ തണുപ്പാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്ത് ചെയ്യും. രോഗത്തിന്റെ അവസ്ഥയ്ക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സംസാരിക്കും ദൈവം നമ്മളോട്. നിങ്ങൾ നിങ്ങളുടെ പ്രതികൂലങ്ങൾ ഈ ദിവസങ്ങളിൽ തളർന്നു പോകാതെ, നാം ആദ്യം വായിച്ചത് ഉറപ്പും ധൈര്യം. അവരുടെ കൂടെ മാംസഭുജങ്ങളെ ഉള്ളൂ, നമ്മുടെ കൂടെ ഉള്ളവൻ അവരെക്കാൾ ശ്രേഷ്ഠൻ. നിയമങ്ങളെ മാറ്റാൻ കഴിയുന്നൊരു ദൈവത്തെ ഞാൻ നിങ്ങൾ ശരിക്കറിയാമോ? നിയമങ്ങളെ മാറ്റും. എനിക്കറിയാം, പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് മാത്രം നിയമം മാറ്റി. പ്രശ്നമായ ആ നിയമം അന്നും മാറ്റി. പക്ഷെ ആ ഒരു ദിവസത്തിനുള്ളിൽ അവൻ എന്ത് ചെയ്തു? വാഗ്ദത്തം പ്രാപിച്ച് ആ വാഗ്ദത്തത്തിലൂടെ എന്ത് ചെയ്യുക? രക്ഷപ്പെട്ടു വന്ന കുടുംബങ്ങളുണ്ട്. ഞാനിങ്ങനെ സഭയിൽ ശുശ്രൂഷിച്ചവരേക്ക് ദൈവാത്മാവ് പറയും, നിനക്ക് വേണ്ടി മാത്രം തുറക്കാൻ പോവുക. സ്വത്രം. അതുവരെ UK ഇല്ലായിരുന്ന ആ ബ്രാഞ്ച് അന്ന് തുറന്നു. അവൻ ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ അന്ന് തുറക്കുവാണ്. അവന് വേണ്ടി തുറന്നു. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് നമുക്ക് വേണ്ടി മാത്രം ഡയറക്ടറെ മാറ്റും, നമുക്ക് വേണ്ടി മാത്രം നിയമത്തെ മാറ്റും, നമുക്ക് വേണ്ടി മാത്രം കർത്താവ് കാലാവസ്ഥയെ മാറ്റും, നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? മെഡിക്കൽ സയൻസിൽ കണ്ടുപിടുത്തങ്ങൾ കർത്താവ് ഉണ്ടാക്കും. കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയണ്ടല്ലോ, നിന്നെ സൗഖ്യമാക്കാൻ. നിയമത്തെ, കണ്ടുപിടുത്തങ്ങളെ, എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്താൻ കഴിയുന്ന, ഏത് വ്യക്തികളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവത്തെയാണ് നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഈ നാളിൽ കർത്താവിനെ രുചിച്ചറിയുവാൻ. ആർക്കും കർത്താവിന്റെ ശബ്ദം ഇങ്ങനെ, നീ ആരെങ്കിലും AC റൂമിലോ നല്ല ജോലിയിലോ നല്ല അവസ്ഥയിലോ ഇരിക്കുമ്പോൾ കേട്ടാൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ട 3 സമയങ്ങളും മരണം മുമ്പിൽ നിൽക്കുക. പട്ടിണി കിടന്ന് ബൈബിൾ കോളേജ്, 2ാമത്തെ ബൈബിൾ കോളേജ് പഠിക്കും, പട്ടിണി കിടന്ന് ചാകും. അന്നും ഇതുപോലെ ശുശ്രൂഷകളുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഉപജീവന മാർഗത്തിന് വഴിയില്ല. കൂടെ ഉള്ളവരെല്ലാം മതിലിയാടി രാത്രി പോയി കഴിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നു. ഒരു നേരമേ ഫുഡുള്ളൂ. കുറെ ദിവസമാണ് നമുക്ക് സഹിക്കുക. 5-6 മാസം ഈ ഒരു സമയം മാത്രം ഫുഡ് കഴിച്ച് എങ്ങനെ ജീവിക്കും? അതും ഭയങ്കരമായ തണുപ്പും. ഞാൻ ദൈവത്തോട് രാത്രിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് എവിടുന്നെങ്കിലും ഒരു പ്രയർ തരണം. അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് എനിക്ക് ഒരാഴ്ച അല്ല 2 ആഴ്ച എങ്ങനെങ്കിലും കഴിഞ്ഞു പോകാം. ഞാൻ അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ബൈബിൾ കോളേജിൽ പഠിക്കും. ബൈബിൾ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ബൈബിൾ കോളേജിലല്ലേ, ഒരു ചെറിയ റൂമിനകത്ത് 3 സൈഡിലും ബങ്ക് ബെഡുകൾ ഇട്ടിരിക്കുക. 9 പേര് കിടക്കുക. അതിൽ ഒരാൾ എഴുന്നേറ്റ് കൈ നൂർത്താൽ ഈ ബെഡുകൾ അത്ര ചെറിയ സൗകര്യത്തിന് നടുക്ക് കിടക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ രാത്രി 2 മണിക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയുക,
അമ്മ ഞാൻ നിനക്കൊരു നേഴ്സിനെ തരാൻ പോകുന്നു, ഉപജീവനത്തിന് എന്തെങ്കിലും ഒരു വഴി, 50 രൂപ കിട്ടിയ 2 ആഴ്ച കഴിയാന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാം, ഞാൻ നിനക്കൊരു നേഴ്സിനെ തരാൻ പോകും. അത് 3 പ്രാവശ്യം ഈ ശബ്ദം കേട്ടു. 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഹിന്ദിക്കാർ പറഞ്ഞു, നീ പാകലായി, നിനക്ക് ഈ പട്ടിണി കിടന്ന് നിനക്ക് ഭ്രാന്ത് പിടിച്ചത്, ഇനിയും നീ ഒച്ച വെച്ചാൽ നിന്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കുമെന്ന് പറയുന്നു. അപ്പൊ എൻ്റെ കൂടെ അന്ന് ഇപ്പോൾ ഡൽഹിയിൽ ശുശ്രൂഷിക്കുന്ന സാം എന്ന് പറയുന്ന ഒരു പാസ്റ്ററും, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ശുശ്രൂഷിക്കുന്ന പൗലോസ് എന്ന് പറയുന്ന ഒരു ദിവസം, അവരെ സീനിയേഴ്സാണ്. അവർ പറഞ്ഞു, ഇത് നിന്നോട് ദൈവം സംസാരിക്കുക, നീ ഏൽപ്പിച്ചിട്ട് കിടക്കുക, അത് പറയുന്നത് 7 ദിവസത്തിന് തരുമെന്ന് എന്നോട് പറഞ്ഞതാ. ആ 9 പേര് കേൾക്കുകയാണ് ആ രാത്രി 2 മണിക്ക്. 7 ദിവസത്തിനകം ഞാൻ നിനക്കൊരു നേഴ്സിനെ തരുമെന്ന്. നമ്മൾ വിശക്കുന്നു ചോദിച്ചതാണ്. എനിക്കാണേ ഇപ്പൊ പിന്നെ അവരുടെ കഷ്ടത കണ്ട ഇഷ്ടമായി. ഇതിനു മുമ്പ് ഇഷ്ടമല്ലാത്തൊരു ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഒരുപാട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് വരുത്തുള്ളൂ. എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പൊ ദൈവം ഇത് പറയുക. ജോണോസിന്റെ ഒരു മീറ്റിംഗ് ഡൽഹി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുമോ. അവിടെ നടക്കുമ്പോൾ സീനിയേഴ്സിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒരാൾ ആബ്സെന്റ് ആയപ്പോൾ ആ ബാഡ്ജ് എനിക്ക് തരുക. ഞാൻ അവിടെ ചെന്നു. 7 ദിവസത്തിൽ 4 ദിവസം പോയി, 3 ദിവസമേ മിച്ചമുള്ളൂ. ശുശ്രൂഷകളുണ്ട്. അവിടെ ചെന്ന് ഞാനിങ്ങനെ 2 ദിവസം നോക്കി, ആരെയും കാണുന്നില്ല. 3-ാമത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് അവനിവിടെ മൈക്കിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവാലയം പറയാൻ, നീ സ്റ്റേഡിയത്തിന്റെ റൈറ്റ് ഹാൻഡ് കോർണറിൽ പോകാൻ. ഞാൻ ഈ സാമിനെയും കൂട്ടിക്കൊണ്ട് റൈറ്റ് ഹാൻഡ് കോർണറിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ചുഴലി പിടിച്ച ഒരു ഹരിയാനക്കാരി സ്ത്രീക്ക് വേണ്ടി ലാലി എന്ന് പറയുന്ന തൃശ്ശൂരുകാരായ ഒരു പെങ്കൊച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് പറയുന്നത്, ഈ പ്രാർത്ഥിക്കുന്ന കൊച്ചിന്റെ തല കൈവെക്കാൻ. ഞാൻ അവരുടെ തലയെ കൈവച്ച് എന്തെങ്കിലും പറ്റി ജാട്ടന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ ശാലിനി പള്ളി, ഗീതാപ്പള്ളി എന്ന് പറഞ്ഞ പ്രവാചകന്മാർ അമേരിക്കയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഞാൻ അവരെ കണ്ടു. അവരെ കൂടി വിളിച്ചോട്ടെ, ഇങ്ങനെ സഹായിക്കണം, ഇങ്ങനൊരു ദുരാത്മാവ് പിടിച്ചൊരു പെങ്കൊച്ചതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർ വന്ന് ആകുന്ന ശ്രമിച്ചിട്ടും ഈ പിശാച് ഈ പെൺകുട്ടിയെ വിട്ടു പോകുന്നില്ല. അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് വിശ്വാസമൊന്നുമില്ല. കാര്യം അവള് പ്രാർത്ഥിക്കുന്ന കണ്ട് ഈ ചുഴലിനക്കാരിയായ ഹരിയാനക്കാരി പെങ്കൊച്ച് തറയിൽ കിടന്ന് ഉരുളുവോ. അവരെല്ലാം ഇട്ടിട്ട് പറഞ്ഞു, ബ്രദറെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ഞാനിത് നിന്നോട് പറഞ്ഞതാ. രാത്രിയിൽ അവൻ എന്ത് ചെയ്യുവാ, ധൈര്യം സംഭരിച്ച് ആ സ്ത്രീയുടെ തലയിൽ കൈവച്ചു. തൃശ്ശൂരുകാരിയാ. അവള് താഴെ വീണ് അവിടെ വായന്ന് വരെയും പതിയൊക്കെ ചാടി ഒരു തരത്തിൽ എഴുന്നേൽപ്പിച്ച് അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ബലമായിട്ട് ഞങ്ങളെ ഈ സ്റ്റേഡിയത്തിന് വെളിയിലിറക്കി. ഞാനിതുകൊണ്ട് ഇത്ര വിശദമായി പറയാൻ കാര്യം, ഇന്നും സംസാരിക്കുന്നൊരു ദൈവം, നിന്റെ ബലഹീനതകളെ മാറ്റുന്നൊരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ അങ്ങനെ വെളിയിൽ കൊണ്ടുവന്നു. ആരും കൊണ്ടുപോകാനില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡൽഹി അന്നും ഇന്നും മോശമാണ്. രാത്രിയിൽ ഇതുപോലൊരു പെൺകുട്ടിയെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ, ഇത് പിശാച് ഇളകിയിരിക്കുന്ന ഒരു കുട്ടിയാണ്, അത് അവിടെ ചെല്ലുമ്പോൾ മാറിയാൽ സംഭവം തീരും. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു, ഓപ്പോസിറ്റ് വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ കൂടെ ഇവിടെ കൊണ്ടുപോകാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാമിനോട് പറഞ്ഞു, വേറെ ആ കൂടെ ഇത് പിശാച് ഇളകിയത്, അതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിയപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം, എനിക്ക് പേടിയില്ലെന്ന്. അവളാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് എൻ്റെ ഭാര്യയായി കർത്താവിൻ്റെ പേരെ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വാർഡൻ സഹിതം സീനിയേഴ്സ് എല്ലാം ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ കൂടിയിരിക്കുക. അവർക്ക് ഈ പ്രവചനം ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഈ പറയുന്നത് റോബർട്ട് ജയരാജിന്റെ ഡൽഹിയിലെ ബൈബിൾ കോളേജാണ്. ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുക. ഞാനിതെല്ലാം മറന്നു. അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാം നോക്കിയിരുന്നു, എങ്കടാ പെണ്ണെന്നാ ചോദിക്കും. തമിഴിൽ ചോദിച്ചു, എങ്കടാ പെണ്ണ്. ഞാനിങ്ങനെ ഇരിച്ചപ്പോൾ സാമിന്റെ പോക്കറ്റിൽ നിന്ന് ഈ കാർഡ് എടുത്തിട്ട് കാണിച്ചു, എലിസബത്ത്, റൂം നമ്പർ 89. മനസ്സിലായല്ലോ. ഞാൻ പറയാൻ കാര്യം ഇത്ര വിശദീകരിച്ച് പറഞ്ഞത്, നിങ്ങൾ പലപ്പോഴും കൂടെ ഉള്ളവനെ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നത് ശത്രുവിനെയാണ്. നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ കരം പിടിച്ച് നമ്മളെ ഉയർത്തുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എത്രയോ പ്രാവശ്യം മരണം വന്നു തൊട്ടു. നിങ്ങളൊക്കെ തൊട്ടിട്ടുണ്ട്. ഞാൻ കണ്ട ചിലരുടെ വാഹനങ്ങൾ, അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എപ്പോൾ വണ്ടി ഓടിച്ചാലും ഏതേലും വണ്ടി വന്ന് നിങ്ങളുടെ മുമ്പിൽ കയറുക, അവിടെ എല്ലാം കർത്താവ് തട്ടി മാറ്റിക്കൊണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാ വണ്ടി എടുക്കുന്നത്, പക്ഷെ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഭരണദൂതനാ വരുന്നത്. അവന്റെ കുഴപ്പം അപ്പുറത്ത് വണ്ടി ഓടിച്ചവന്റെ കുഴപ്പമല്ല. അവന്റെ സ്റ്റിയറിങ്ങും അവന്റെ ഇരിക്കുന്ന അവന്റെ വണ്ടിയുടെ നിയന്ത്രണം എടുത്തു മാറ്റുക.
പക്ഷേ അവൻ എടുത്തു മാറ്റുന്ന പിശാചിന് അറിയത്തില്ല. നിന്റെ കൂടെ നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിന്റെ കൂടെ റോഡ് ക്രോസ് ചെയ്യാനും നിന്റെ കൂടെ നിന്റെ അടുത്ത സീറ്റിൽ ഇരിക്കാനും ഒക്കെ അവൻ ഒരു കർത്താവ് കൂടെ ഉണ്ട്. അവർക്കെല്ലാം മാംസഭുജങ്ങളാണ്. പിശാചിന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഞാനാന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നീ ജോലി ചെയ്യുന്നിടത്ത് നീ ഒന്ന് നോക്കിക്കേ, വളരെ ദുഷ്കരമായ ബുദ്ധിമുട്ടേറിയ സമയങ്ങളാണ്. അവൻ അഥവാ ഒരു പ്രശ്നത്തിലേക്ക് പിശാചി നിന്നെ തള്ളിയിട്ടു, അവൻ നീ പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു ദൈവവേദനാണ് വീണത് നീ മാത്രമല്ല. നീ വീഴുന്നിടത്ത് നിന്റെ കൂടെ ഒരു ദൂതനുണ്ട്. അല്ല വേണ്ടി വന്ന കർത്താവ് അവിടെ ഇറങ്ങി വരും. നമുക്കറിയാം യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാ. നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ അവൻ എന്ത് ചെയ്യുക? നമ്മളെ വിടുവിക്കുവാൻ, നമ്മളോട് കരുണ കാണിക്കുവാൻ, നമ്മളെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ച് തന്നെ നടത്തുന്ന ദൈവമുണ്ട്. ശക്തമായ ദൈവ സാന്നിധ്യം അവൻ നമ്മുടെ കൂടെ ഇരുന്നാൽ മാത്രം മതി. ഈ നമ്മുടെയൊക്കെ വിശുദ്ധിയും കാര്യങ്ങളൊക്കെ പലപ്പോഴും സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി. നമ്മൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഇന്നിപ്പോ ഒരു സഭായോഗമാണ്. ഞാനിങ്ങനെ ചർച്ചയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേട്ടു, സന്തോഷിച്ചു. ഒരു കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് വണ്ടിയിലേക്ക് കയറി. അതുവരെ നമ്മളെല്ലാം ആരാ? നല്ല വിശുദ്ധ സന്തോഷം. വണ്ടിയിലേക്ക് കയറി കഴിയുമ്പോൾ അന്തരീക്ഷം അങ്ങ് മാറില്ലേ? യോഗം കഴിഞ്ഞ് വണ്ടിയെ കയറുമ്പോൾ അന്തരീക്ഷം, ചിലടത്ത് യോഗം കഴിയുമ്പോഴേ അങ്ങ് മാറും. നമ്മൾ വെറുതെ ഒരു മൂലയ്ക്ക് നിന്നാൽ മതി, ആരേലും വന്ന് എന്ത് ചെയ്യും? എന്തേലും പറഞ്ഞ പ്രാപിച്ച സന്തോഷം എല്ലാം കളഞ്ഞുകളെ. അത് അവരുടെയും കുഴപ്പമല്ല. എന്നാന്നറിയോ? അവിടം തൊട്ട് പിശാചി നോക്കുക നിന്നെ ഒന്ന് തെറ്റിക്കാൻ. നീ ഇന്നത്തെ ദൈവവചനം കേട്ടൊന്ന് ബലപ്പെട്ടാൽ, ആരാധനയിൽ നിനക്കൊരു പശ്ചാത്താപം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യുക? നിനക്ക് കഴിഞ്ഞ നാളുകളിൽ പലരുടെയും ചിരിയൊക്കെ വളരെ രസകരമായല്ലേ? അവർ മനസ്സുകൊണ്ടല്ല ചിരിക്കുന്നത്. അവർക്ക് പലപ്പോഴും ചിരിക്കേണ്ട നിലയിൽ അവർക്കൊന്ന് ഹൃദയം തുറന്ന് ചിരിച്ചിട്ട് നാളുകളായ ആൾക്കാരുണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും. അവരീ പറഞ്ഞ സഭായോഗം കഴിയുമ്പോൾ, ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ അവർ വാതിൽ തുറന്നു പോകുന്നത് അവരുടെ വിഷയങ്ങളിലേക്കാണ്, അവരുടെ ഭാരങ്ങളിലേക്കാണ്. ഈ ദിവസങ്ങളിൽ നീ ഓർക്കണം, നീ വിശുദ്ധിയോടെ നിന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ പ്ലേസുകൾ നമ്മുടെ ജീവിതത്തിലെ ചില പൂജഗിരികൾ നമ്മളായിട്ട് ഉടയ്ക്കുന്നുണ്ട്. നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകം കൊണ്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യോ? വെട്ടുന്ന കണ്ടോ? അപ്പന്റെ ഗ്രഹബിംബത്തെ വെട്ടാൻ. അതുപോലെ നമ്മളെല്ലാം അഭിഷക്തരാണ്. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യം വെട്ടാൻ നമ്മൾ റെഡിയാണ്. അല്പനേരം കണ്ണടച്ചിട്ട് പരിശുദ്ധാത്മാവിൽ ഇരുന്നു കൊണ്ട് നീ നിന്റെ ബലഹീനതകളെ ഒന്ന് കാണാൻ തയ്യാറായ, അമ്മയൊന്ന് ഉറച്ചാൽ, ഒന്ന് യേശുവിന്റെ നാമത്തിൽ അല്ലെ യേശുവിന്റെ രക്തത്തിൽ നീ ഒന്ന് ആശ്രയിച്ച് ബലപ്പെട്ടാൽ ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരവേദനകൾ മാറും. ഇങ്ങനെ നിങ്ങളുടെ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥിക്കുമ്പോടെ 6 പ്രാവശ്യത്തോളം മരണം അദ്ദേഹത്തെ ഇങ്ങനെ തൊട്ടടുത്ത് വന്നോട് അടുത്തുപോയി. തൊടാൻ സമ്മതിക്കുന്നില്ല. ബലഹീനാണ് നിങ്ങൾക്ക് തോന്നാൻ, അകത്തൊരു ബലമുണ്ട്. ആ ബലത്തേൽ അദ്ദേഹം ഇനിയും ഓടും. ദീർഘനാൾ ഓടാനുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? ഒരാത്മബലം അകത്തുണ്ട്. ആ ആത്മബലമാണ് അദ്ദേഹത്തെ അങ്ങനെ നടത്തിക്കൊണ്ട് നിങ്ങൾ തോന്നുമ്പോൾ ബലഹീനമായി തോന്നുന്നത്. പക്ഷെ അകത്തുള്ള ആ ശക്തി ഉണ്ടല്ലോ, അത് ആ മൺകൂടാരത്തിലേക്ക് ഇങ്ങനെ വ്യാപരിച്ചിറങ്ങുന്നത് കൊണ്ട് അവൻ അത് ശുശ്രൂഷിക്കാനൊക്കെ കയറിയിരിക്കും വേറൊരാളാകും. നിങ്ങൾ തോന്നുമ്പോൾ ക്ഷീണമായി തോന്നും. പക്ഷെ അകത്തൊരു ശക്തിയുണ്ട്. എവിടെയെങ്കിലും പോയി ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ കൂടെയുള്ള ദൈവത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നു, അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ നിങ്ങളോടൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചർച്ചിനകത്തേക്ക് എന്ത് ചെയ്യുക? ആരാധന സമയത്ത് നമുക്കറിയാം മാളിമുറിയിലൊക്കെ വെളിപ്പെട്ട് വന്നതുപോലൊരു വലിയ ദൈവകൃപ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. ആ ദൈവകൃപ ഇറങ്ങി വന്ന് ആ ഹോളിനകത്ത് മാത്രം ഇരുന്നാൽ മതിയോ? അല്ലെങ്കിൽ അവിടെ അവളുടെ ആരാധന ഇരുന്നാൽ മാത്രം മതിയോ? നീ പോകുന്നിടത്തെല്ലാം ആ സാന്നിധ്യം വരണം. ഒരു വലിയ നിറഞ്ഞൊഴിവ് വരണം. നാളുകളായി നീ ചിലരെയൊക്കെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് നിങ്ങളിങ്ങനെ അല്പമൊക്കെ ഞെരുങ്ങിയും ഒക്കെ അല്പമൊക്കെ സ്വരുക്കൂട്ടി വരികയാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെ ചിലത് വരുക. നാട്ടിൽ നിന്നൊരു ഫോൺ കോള് അത്യാവശ്യമാണ്. നമ്മൾ വളരെ പാടുപെട്ട ഒരു കാര്യം സെറ്റപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. പക്ഷെ ഓർക്കണം, നിങ്ങൾ ഓരോന്നും വെക്കുമ്പോഴും എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും കർത്താവിനോട് ആലോചന ചോദിച്ച് ഓരോ പടി, ഓരോ സ്റ്റെപ്പായി, ഓരോ നെൽമണിയായി കേട്ടി സ്തോത്രം പറഞ്ഞ് ചേർത്ത് വെച്ചു. ഇവിടെ ചേർത്ത് വെക്കുന്നതല്ല, പക്ഷെ കഷ്ടനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആയിരിക്കുന്നത്. നമ്മുടെ ഉള്ളതിനെ വർദ്ധിപ്പിച്ചു വരുവാൻ നമ്മൾ വെച്ചിരിക്കുന്ന ടാർജറ്റ് എന്ത് ചെയ്യുക? നമുക്ക് ടാർജറ്റിന് അപ്പുറം കടന്നു പോകാനുള്ള ആഗ്രഹിക്കുന്നതിനപ്പുറം നമുക്ക് സേഫാന്ന് തോന്നുന്ന മേഖലകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചോളാം. പിശാച് അവിടെ കയറുന്നത്, പിശാച് അവിടെയാണ് ഉടയ്ക്കുന്നത്. എനിക്കറിയാം ഇവിടെയൊക്കെ വലിയ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ
ഒരു ഡയറക്ടർ ആ ഒരു ലെവലിലൊക്കെ, അല്ലെങ്കിൽ ഒരു ബാൻഡ് നല്ലൊരു പൊസിഷനിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇവിടെ എൻ്റെ വൈഫ് ഇങ്ങനെ പറയാറുണ്ട്, ചില ദിവസം അതുങ്ങൾ സാധാരണ ചെല്ലുന്ന ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പറയുന്നതിന് എങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. രാവിലെ ജോലിക്ക് പോയതാ, നിന്റെ പോസ്റ്റ് എന്ത് ചെയ്തു, ഞങ്ങള് വേണ്ടെന്ന് ചോദിച്ചു. നരച്ചു നോക്കിയേ, ദീർഘനാളുകളായി വളരെയധികം പഠിച്ച് അധ്വാനിച്ച് വളരെ പ്രതീക്ഷയോടെ വീട്ടിൽ നിന്ന് ജോലിക്ക് എന്നതാ. കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുക എന്നല്ലാതെ ഒന്നുമില്ല. ആ പൊസിഷൻ ഇല്ല. ഇനി മാനേജ്മെന്റ് അല്ലെ എന്ത് ചെയ്തു, ഡയറക്ടർ ബോർഡ് ആ പൊസിഷൻ ക്യാൻസൽ ചെയ്തു. നോട്ടീസ് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ കൊടി പിടിക്കാനൊന്നുമില്ല. പക്ഷെ നിനക്ക് തന്നവൻ ദൈവമാ, നിന്നെ എത്തിച്ചവൻ ദൈവമാ, അല്ലേ? അവരുടെ കൂടെ ഉള്ളതല്ല, നമ്മുടെ കൂടെ ഉള്ളത് മാംസഭുജങ്ങളല്ല. നമുക്ക് ഇങ്ങോട്ട് രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ രാജാക്കന്മാരുടെയും ജീവിതത്തിൽ ദൈവം അവരെ, ഇവിടെ നമ്മൾ ഈ വായിച്ച രാജാവിന്റെ ആദംബ സമയമാണ് ഇതല്ലേ. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ദൈവം ആയുസ് നീട്ടിക്കൊടുത്ത് ലഭിച്ച ആയുസ് കൊണ്ട് എന്ത് ചെയ്യുക, പൂർണ്ണതയോടെ ചെയ്യാതെ വന്നു. നമ്മുടെയൊക്കെ ജീവിതമാണ് ആ ചരിത്രങ്ങൾ. വെറുതെ നിങ്ങളൊക്കെ ഹിസ്റ്ററികളൊക്കെ പഠിച്ചിട്ടുള്ളവരാ അല്ലേ? അതുപോലൊരു ഹിസ്റ്ററി അല്ലല്ലോ ബൈബിള്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ രാജാവിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് കയറ്റി വെക്കേ. ദൈവം നമ്മളെ മാനിച്ചു, ദൈവം നമ്മളെ ഉയർത്തി, അല്ലേ? നമുക്ക് വേണ്ടി ദൈവം എല്ലാം ചെയ്തു. അന്ന് നമ്മൾ ദൈവത്തോട് വളരെ നന്ദിയുള്ളവരാ. അന്ന് നമ്മൾ ചില തീരുമാനങ്ങൾ ചില വർഷങ്ങളൊക്കെ ആ തീരുമാനത്തിൽ നിൽക്കും, വീണ്ടും അതിൽ നിന്ന് മാറിപ്പോകും. ക്യാൻസർ സൗഖ്യമായ ദൈവം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്യാൻസർ സൗഖ്യമാക്കി, ക്യാൻസർ പരിപൂർണമായി സൗഖ്യമാക്കി. ഒരു തലവേദന വന്നപ്പോൾ എന്ത് ചെയ്യുക, സകലതും മറന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ അവന്റെ അബ്ഡോമിനൽ ഒരു പെയിൻ ഉണ്ടായി, നമ്മളെല്ലാം മറന്നു. ഡോക്ടർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എല്ലാവരും കൈവിഴിഞ്ഞതാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാവരും നമ്മളെ കൈവിട്ടു. പക്ഷെ നീ അറിയാതിരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചില വാതിൽ തുറന്നില്ലേ? ദൈവം നിന്റെ ശരീരത്തിനകത്തും നിന്റെ പുറത്തും നിന്റെ ജോലി സ്ഥലത്തും നീ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനും അവരുടെ ആന്തരികമായ സ്വത്രം ബാഹ്യമായ മണ്ഡലങ്ങളിൽ, ശരീരത്തിനകത്ത് പുറത്ത് വേണ്ട സ്ഥലങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങളൊക്കെ മറന്നിട്ട് ഇന്നൊരു നിസ്സാരമായ കാര്യം വരുമ്പോൾ നമ്മൾ പേടിച്ച് വിറയ്ക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ദൈവത്തോട് നന്ദിയില്ലായ്മയാണ് കാണിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം, അല്ലേ? എത്ര അത്ഭുതമായി എന്ത് ചെയ്യുക, ചെങ്കടലിനെയൊക്കെ വിഭജിച്ച് കൊണ്ടുവന്നു. എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുവന്നു വരുമ്പോൾ അവരുടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവങ്ങളെ ആ ചരിത്രങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളാണ്, അത് കഴിഞ്ഞുപോയി, അത് എഴുതിയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആകരുത്. ഒരു കുഞ്ഞ് പഠിക്കാൻ ഇച്ചിരി ബുദ്ധി കുറഞ്ഞാൽ എന്റെ ദൈവമക്കളെ എന്നാ അവസ്ഥയാ. പഠിക്കാൻ ഒരു ദിവസം ഒരു സബ്ജക്റ്റിന് ഒരു മാർക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്നാ റിസൾട്ടിന്റെ ഒക്കെ സമയമാണ്. ചിലരെന്നൊക്കെ വിഷയങ്ങളാ. നിന്റെ തലമുറയോട് അവനെ ദൈവനാമത്തിന് വേണ്ടിയും അവനെ ഭൗതികമായ ഏത് പ്രൊഫഷനിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് അവൻ എത്ര ക്ലാസ് തോറ്റെന്ന് പറഞ്ഞാലും അവൻ പഠിക്കണ്ടെന്നോ അവനെ ഉത്സാഹിപ്പിക്കണമെന്നൊന്നുമല്ല. ഇന്നത്തെ ഒന്നും കണ്ട് നീ ഭാരപ്പെടരുത്. നാളെ ദൈവം ആഗ്രഹിച്ച മണ്ഡലത്തിൽ അവൻ നിന്നെ എത്തിക്കും. ഒന്നേ ഉള്ളൂ, നമുക്ക് ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ദൈവവചനമുള്ള വാളെടുത്തുകൊണ്ട് കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ നിർബന്ധം പറയുന്നത് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കണം. പക്ഷെ വ്യക്തിപരമായിരുന്നു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു 3-4 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഈ ദൈവവചനമാകുന്ന വാളെടുത്തുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് ഈ പകല് അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് ചെയ്തു, എന്നൊക്കെ പണിതു, എന്തൊക്കെ ഇടിച്ചു കളഞ്ഞു എന്ന് ചിന്തിച്ചു. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ മാറ്റിയിരിക്കുന്നത്? പ്രാർത്ഥിക്കുക. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പാകിസ്ഥാനിലുള്ള രോഗികൾ സൗഖ്യമാകും. ഇവിടെ പ്രാർത്ഥിക്കുക. ഞാനിവിടെ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു സിസ്റ്റർ അത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബിൽ അത് ഹിന്ദിയിൽ നിന്ന് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പ്രാർത്ഥന നടക്കുമ്പോൾ ഞാനിവിടെ നിന്ന് പാകിസ്ഥാനികളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിലാണ് സ്നാനമൊക്കെ നടന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവാത്മാനോട് പറഞ്ഞു, അവരുടെ ഒരു പാരലൈസായി കിടന്ന ഒരാളെ കോരി എടുത്തുകൊണ്ട് വന്നു, മൂത്ത മോൻ കോരി എടുത്തുകൊണ്ട് വന്ന് സോഫാലിരിക്കുക. പ്രാർത്ഥന നടക്കുമ്പോൾ പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ ദൈവാത്മാവ് പറയാം, മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇവനെ സൗഖ്യമാക്കാൻ പോവാണ്. ഞാൻ ക്യാമറയോട് ഇങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാനത് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു.
ആ മനുഷ്യൻ ആ മുറിക്കകത്തോട്ട് ഓടി നടക്കുക. അന്ന് ദൈവാത്മാ അയാളോട് ആ പിതാവിനോട് പറയാൻ പറ്റിയൊരു കാര്യം, ഇവിടെ വന്ന് UK വന്ന് ഞങ്ങളുടെ കൂടെ സഭായോഗം കൂടും. ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ച് സാക്ഷ്യം പറയും. എൻ്റെ 86 വയസ്സുള്ള മനുഷ്യൻ ഇവിടെ വന്ന് നമ്മുടെ ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കൂടെ ഉള്ളവന്റെ ആമൻ എന്ത് ചെയ്യുക? അധികാരങ്ങൾ ദിവസങ്ങളും തിരിച്ചറിഞ്ഞ്. നിങ്ങള് സ്കൂളിൽ പഠിച്ചപ്പോ, ഹൈസ്കൂളിൽ പഠിച്ചപ്പോ, പ്രീ ഡിഗ്രി പഠിച്ചപ്പോ ലോകയ്ക്ക് വരാനോ ഇംഗ്ലണ്ടിന് വരാനോ ഒന്നും വേണ്ടിയല്ല നമ്മൾ പഠിച്ചേ. അന്ന ക്ലാസ്സിൽ മിടുക്കന്മാരായി പഠിച്ചവരെല്ലാം അതിനെ കിടപ്പുണ്ട്. ഉണ്ടോ? നമ്മൾ ഇവിടുന്ന് ചെല്ലുന്ന ഉടനെ നമ്മൾ ചെല്ലുന്ന കാണുമ്പോഴല്ലേ നമ്മുടെ സ്പ്രേയുടെ മണം, നമ്മുടെ ഷൂ കാണുമ്പോൾ, വസ്ത്രം കാണുമ്പോൾ അന്നത്തെ മിടുക്കന്മാർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കും, വലിയ ധനികരാ, വലിയ ഞങ്ങളുടെ ആ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും മാർക്ക് മേടിച്ച പയ്യൻ ഞാൻ ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞത്, ഇതൊക്കെ എന്തോ ഒന്ന് ഇട്ടോട്ടെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവൻ കാണാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കരയും. എന്നാന്നറിയാവോ? ഇതൊരു കൃപയിൽ ലഭിച്ചതാ, ഒരു തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതാ. നീ ഇവിടെ എത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നീ വന്നതെങ്കിൽ, വിസാട പ്രോബ്ലമോ അവൻ എന്ത് ചെയ്യുക, നിന്റെ അവന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വരുന്ന മാറ്റങ്ങളോ കൂട്ടാൻ പോവാന്നൊന്നും പറഞ്ഞാൽ നീ അവൻ അതിനകത്ത് ഭാരപ്പെടരുത്. നീ അവിടെ ഉള്ളത്ര കാലം അത് കൂട്ടത്തില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഇതിലും വലുതൊന്ന് ദൈവിക വാക്തത്വം ലഭിച്ച് നീ ആ ജോലി കയറിയിട്ടേ ഇത് കൂട്ടത്തുള്ളൂ. നീ ഉള്ളപ്പോ എന്ത് ചെയ്യത്തില്ല? അവൻ ഒരു നൗകയും മുങ്ങത്തില്ല. കാര്യം നീ ദൈവത്തിന്റെ സമ്പത്താ. നിന്റെ കൂടെ ഉള്ളവൻ കർത്താവാ. നിന്റെ കുഞ്ഞുള്ള സ്കൂള്, അല്ല നിന്റെ കുഞ്ഞ് സഞ്ചരിക്കുന്ന സ്കൂള്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെ സഞ്ചരിക്കുന്ന വാഹനം, എത്ര മറിഞ്ഞാലും. ഇവിടെ എൻ്റെ ചർച്ചയുള്ള ഒരു കുഞ്ഞ് നാട്ടിൽ പോയി, നാട്ടിലാക്കാൻ പോയതാ. അപ്പൊ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം റാന്നി വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു 2 കുഞ്ഞുങ്ങൾ മരിക്കുക, ഒരു കുഞ്ഞിനൊരു തീരെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. ഈ കുഞ്ഞിനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും, സാഹചര്യങ്ങൾ കൊണ്ടുവിടുന്നതാണ്. നിന്റെ കുഞ്ഞുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞ് ഇരുന്ന സ്ഥലത്തായി ഇടിച്ചതെങ്കിൽ, മറിഞ്ഞത് ആ സ്ഥലത്തേക്കാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ നിന്ന് നിന്റെ കുഞ്ഞിനെ മരണത്തിനകത്ത് നിന്ന് അവൻ എന്ത് ചെയ്യുക? അവൻ കരങ്ങൾ വെച്ച് പൊക്കിയെടുക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശുദ്ധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ തയ്യാറാണ്. ഞാൻ ദൈവത്തോടെടുത്ത തീരുമാനം, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു, പ്രത്യേകിച്ച് ഡൽഹിയിലായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാൻ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ അന്ന് അവിടെ വെച്ച് നമ്മളെടുത്തൊരു തീരുമാനമുണ്ട്. ഇന്നും നമ്മൾ അല്ലേ കവറയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ്, നമ്മൾ വിളിക്കുമെന്നും പറഞ്ഞ് എത്ര ദൈവദാസന്മാരുടെ കാത്തിരിപ്പുണ്ട്. എനിക്കൊരു ജോലി കിട്ടിയാൽ, നാട്ടിൽ KK ചെന്നിറങ്ങി അന്നേരപ്പോൾ പറയുക, എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഈ പാസ്റ്റർക്ക് എന്നത് തരും, ഈ സഭയ്ക്ക് എന്നത് തരും. ദൈവങ്ങളെ, നമ്മൾ പറഞ്ഞത് ആ പാസ്റ്ററോടല്ല. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വലിയ സമ്പത്തൊന്നും കൊടുക്കണ്ട. എവിടെയെങ്കിലും ദൈവസന്നിധിയിൽ ഒരു ദൈവദാസനോടോ ദൈവസനോട് തീരുമാനമെടുത്ത ഒരു ഭൗതിക വിഷയം നീ കൊടുക്കാനോ ഒന്ന് ഓർത്തു നോക്കിയേ. അതുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ അത് കൊടുക്ക. നീ ഇപ്പോൾ ഞെരങ്ങുന്ന അവസ്ഥയിൽ ഇപ്പോൾ നീ എന്ത് ചെയ്യാൻ പോവാ? എന്തായി തീരും ഈ എന്ത് ചെയ്യാ? മാസം അവസാനം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്നെങ്കിൽ അന്ന് നീ ദൈവസന്റെ അടുത്തൊരു തീരുമാനം, ആ തീരുമാനം ഒന്ന് കൊടുത്തേ. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഈ മാസാവസാനം ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്യും. ഞാൻ ചിലട്ട നിന്നെ കൂടെ കൊണ്ടുപോരാ. നീ ഇവിടെ വന്നു രക്ഷപ്പെട്ടു. നീ രക്ഷിക്കുന്നതിന് കാലത്ത് ഒരു 6 മാസം, 1 വർഷം, 3-4 വർഷമൊക്കെ കാത്തിരിക്കുന്നവരുണ്ട്. പല ദൈവമക്കളും കൊണ്ടുപോകുന്നു പറഞ്ഞ് 2-3 പാസ്പോർട്ട് എടുത്ത് കാലാവധി കഴിഞ്ഞു പോയ ദൈവദാസന്മാരെ എനിക്കറിയാം. 10 വർഷം കഴിയുമ്പോൾ പോകത്തില്ലേ? വീണ്ടും അടുത്ത ആദ്യക്ക് വരും, ഇനി എടുത്തേക്കാം, വീണ്ടും എടുക്കുക. നമ്മുടെ തീരുമാനങ്ങൾ, ഞാൻ പറഞ്ഞില്ല, പൂജാഗിരികൾ ഇതാ. നമ്മള് സ്തോത്രം എടുത്തു വെച്ചിരിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സമായി വരരുത്. ഈ സന്ധ്യാവേള ദൈവമക്കളെ, അങ്ങനെയുള്ള ഏതെങ്കിലും തീരുമാനം നിനക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ആ പെൻഡിങ്ങുകൾക്ക് നീ ഒരു മാറ്റം വരുത്തിക്കുക. ഞാൻ 23 വർഷമായി ഇവിടെ വന്നിട്ട്. എനിക്ക് അന്ന് വന്നപ്പോൾ മേടിച്ച വീടാണ്. എൻ്റെ കൂടെ വന്നവർ 2-3 വീട് മേടിച്ചവരുണ്ട്. വലിയൊരു എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയോ? ഞാൻ ഈ പ്രസംഗിക്കുന്ന ടേബിളിന്റെ മറു സൈഡിലാണ് ഞാൻ രാത്രി 2 മണി തൊട്ട് 3 മണി വരെ, 4 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറയും, അങ്ങ് എപ്പോൾ എൻ്റെ കൂടെ ഇവിടുന്ന് ഏത് വീട്ടിലോട്ട് വരാൻ തയ്യാറാകുന്നോ അന്നല്ലാതെ എന്നെ ഇവിടുന്ന് അയക്കരുത്.
എനിക്ക് വലിയ വീട്. എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് മാത്രം എന്നാ വീടില്ലാത്ത. വിശ്വാസികളും ചോദിച്ചോളൂ, ഈ പാസ്റ്റർ മാത്രം എന്നാ വീടില്ലാത്ത. പാസ്റ്റർ ഉത്സാഹിക്കാത്തതുകൊണ്ട് അവരെന്നെ ഉപദേശിക്കുക. പാസ്റ്റർ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് പോയി. എന്റെ സ്റ്റെപ്പ് ഇതാ. എന്നോട് നമ്മൾ ഈ മരുഭൂമിയിലെ കൂടാരം ശക്കാനം പൊങ്ങുമ്പോ എന്ത് ചെയ്യും? അവര് കുറ്റി ഇളക്കി പോവും. എന്നോട് കർത്താവ് പറയാ, നീ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞ പോവും. നീ ഇന്ന് രാത്രിയിൽ ദൈവവേദന ഇന്ന് രാത്രിയിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അല്പനേരം, ഭർത്താവ് ഭാര്യയൊക്കെ കുടുംബമായിരുന്നു, കരം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരല്പസമയം കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ് അല്പനേരം ഇരുന്ന് എന്തെങ്കിലും ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങളോ എവിടെയെങ്കിലും ദൈവസന്നിധി നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ആരോടെങ്കിലും ക്ഷമിക്കുവാൻ. ഞാൻ ഈ പറഞ്ഞത് ചിലത് നമ്മൾ ഇന്നും വെച്ച് പുലർത്തുക. മാസങ്ങൾ കഴിഞ്ഞുപോയി, പല ഫാസ്റ്റിംഗ് പ്രേയറുകൾ കഴിഞ്ഞുപോയി, പല പ്രവാചകന്മാർ ദൂത് പറഞ്ഞുപോയി. പക്ഷെ ചിലതിന് നീ മാറ്റം വരുത്തിയിട്ടില്ല. അതും കൂടി ഇന്ന് രാത്രികാലം ഒന്ന് മാറ്റം വരുത്തുവാൻ ദൈവത്തിൽ നീ തയ്യാറാകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കാൻ പോവുക. ഇവിടെ നമ്മൾ വായിച്ചോടത്ത് അവിടെ എഴുതിയിരിക്കുന്ന എന്ത് ചെയ്യുക? നമ്മുടെ കൂടെയുള്ളവൻ അവരെക്കാൾ വലിയ. അസാ പറയുന്നുണ്ട്, ഓവേ ബലവാനും ബലഹീനനുമായി കാര്യമുണ്ടായ വിടിവിക്കാൻ അങ്ങല്ലാതെ മറ്റാരും. എത്രയോ രാജാക്കന്മാരുടെ അല്ലെ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിലൂടെ ഒക്കെ നമ്മളിങ്ങനെ പോകും. ഞാൻ പറയുന്ന അവരെ അവിടെ നിന്ന് കാണരുത്. ഇന്ന് നീയാണ് ആ സ്ഥാനത്തെങ്കിൽ അല്ലെ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ ചെയ്യുമോ? നമ്മളിൽ ആ നെഹളം കയറിയിട്ടുണ്ടോ? നമ്മൾ ദൈവത്തെ മറന്നിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ പറയുന്ന ഒരു വലിയ ദൈവജനത്തിന്റെ എടുത്ത റെഫറൻസുകൾ എടുത്ത് വായിക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ വീടുകൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് സംഭവിക്കാൻ പോവുക. ചില രോഗസൗഖ്യങ്ങൾ സംഭവിക്കാൻ പോവുക. വളരെ ചെറുതായ ചില മാറ്റങ്ങൾ മാത്രം വരുത്തി ചില വലിയ വിടുതലുകൾ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങളിലേക്ക് എത്താൻ പോവുക. പക്ഷെ ഭയം മാറ്റണം. നല്ല ഉറപ്പുള്ളവരായിരിക്കണം. നിന്നെ തൊടാൻ കഴിയത്തില്ല. കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഉള്ളംകരങ്ങളിൽ വരച്ചെന്നല്ല കുത്തി വെച്ചിരിക്കുക. നിന്നെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. നിന്നെ ഭയപ്പെടുത്താൻ കഴിയും. അവൻ എന്ത് ചെയ്യാൻ പോവാ? നിന്നെ ഒരു പക്ഷെ കുറെ നാളത്തേക്ക് തെറ്റിച്ച് നടത്താൻ കഴിയും. നീ ഇപ്പൊ സീരിയസ് ആയി പോവാന്നൊക്കെ പറഞ്ഞ് നിന്നെ പേടിപ്പിക്കും. നമുക്കറിയാലോ, നേഴ്സുമാരാണ് കൂടുതലും. എന്ത് ചെയ്യുക? അവര് പഠിച്ചു ഇപ്പൊ ഒന്നും വേണ്ട, ഗൂഗിള് തപ്പിയാ മതി. നമുക്കൊരു വേദന വന്നു, ഇന്നതാന്ന് ഗൂഗിള് പറഞ്ഞു തരും. ഇപ്പൊ അതും വേണ്ട, ഇല്ലേ. നമുക്കിവിടെ ഒരു വേദന വന്നു, ഗ്യാസ് ആണെന്നോ അസിഡിറ്റി ആണെന്നൊന്നുമല്ല, നമ്മൾ തീർന്നു. നമ്മള് പഞ്ഞി വരെ കരുതുക നിമിഷ നേരം കൊണ്ട്. ഇച്ചിരി കഴിയുമ്പോ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് ചൂടുവെള്ളം കഴിച്ചാൽ പോയി. ആ സമയങ്ങളിൽ നമ്മൾ ഇവരെ എല്ലാം വിളിച്ചു. ഇപ്പൊ അപ്പനെ അമ്മയെ ഡോക്ടറെ സുഹൃത്തുക്കളെ ഒന്നും വിളിക്കുന്നത്. ആദ്യം ഇവരോട് രണ്ടുപേരോടും ചോദിക്കുക, അങ്ങനെ ഉണ്ട്. ഇവര് പറയും തീർന്നു. ഇപ്പം ഇവിടെ ഞങ്ങളാണ് 111 വിളിക്കുന്നത്. ഇപ്പൊ 111 വിളിച്ചോ, പൊക്കോ. അവിടെ ചെന്നാൽ 8 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് അവിടെ വെയിറ്റിങ്. അപ്പോഴത്തേക്ക് ഇല്ലാത്ത അസുഖം പിടിച്ചോളൂ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ആ പറയുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചെറുപ്പത്തിലേക്ക് കയറ്റി വെച്ച ഒരു കർത്താവുണ്ട്, ഒരു പെട്ടകമുണ്ട്. ഒരു ദൈവത്തില് എനിക്കറിയാം, ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് ഫാമിലി. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ഹാർട്ട് സിറ്റി അഞ്ചോ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ചുമ്മാ പോയി ചെയ്ത കാര്യം. നാട്ടിൽ ചെന്നപ്പം നമ്മള് ചെയ്യുന്ന പോലെ ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ആ റിപ്പോർട്ട് കൂടെ കൊണ്ട് കൊടുത്തപ്പോഴാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞു. ചെയ്തിട്ടിരിക്കുക. ഞാൻ ധൈര്യമായിട്ട് പറയുക, ഞങ്ങൾക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസിന് കയറി വന്നാൽ ഇവിടെ പൊത്തി പിടിച്ചോണ്ട് ഞാൻ ജോലിക്കൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക്. പലപ്പോഴും അവിടെ നിന്ന് എൻ്റെ വൈഫ് എന്നെ വന്ന് കൊണ്ട് ആംബുലൻസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് ഡോക്ടർ ഒരു കുഴപ്പമില്ല, വീട്ടിൽ പോകണം. പേടിക്കും. പേടിച്ചാൽ തീർന്നു. പേടിച്ചാൽ യോശുവായ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വലിയൊരു മിനിസ്റ്റർ മുമ്പിൽ കിടക്കുക. യോശുവ ഭയന്ന് നിൽക്കുക. യോർദാൻ മുമ്പിൽ കിടക്കുക. യോർദാൻ ഒന്നുമല്ല യോശുവയുടെ വിഷയം. എന്റെ ഭാഷയെ പറഞ്ഞ യോശുവയുടെ വിഷയം കൂടെയുള്ളവരാ. യോശുവ സൈന്യാധിപനാ. യോശുവയ്ക്ക് ഫ്രണ്ടിൽ കിടക്കുന്നതിനൊന്നും പേടിയില്ല, യുദ്ധമില്ല യോശുവയ്ക്ക്. പക്ഷെ യോശുവയുടെ പേടി ഇവരാ. അപ്പൊ അവരാ മുമ്പോട്ട് വന്നിട്ട് പറയുക, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരുന്ന ഞങ്ങൾ നിന്റെ വാക്ക് കേൾക്കാം. ഞങ്ങൾക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ, മോശയോട് കൂടെ ഇരുന്നതുപോലെ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇരുന്ന. വലിയ ചർച്ചകൾ ഉണ്ടായിരിക്കും അവിടെ, എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ചർച്ചിൽ കിട്ടുന്ന ഒരു കംഫോർട്ട്നെസ് വെളിയിൽ കിട്ടുന്നില്ല. അവിടെ ആള് കൂടുതലുണ്ട്, അവർക്ക് പരസ്പരം അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന
ആ ഒരു സ്വാന്തനം, അല്ല ഇവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു ആത്മാവിന്റെ ആ ഒരു ചലനം നിങ്ങൾക്ക് പലയിടത്തും ചെന്നാൽ കിട്ടത്തില്ല. അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു ഉറപ്പും ധൈര്യത്തോടു കൂടി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പോവുക. ഈ സന്ധ്യയെ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ സഭായോഗം കഴിഞ്ഞു എന്നതുപോലെ കഴിഞ്ഞ മീറ്റിംഗ് എന്നതുപോലെയല്ല, നല്ല ഉറപ്പോടെ ചെയ്യുക. കാര്യം ഇന്ന് 2 ദേവദാസന്മാരോട് കേൾപ്പിച്ച സബ്ജക്റ്റ് ഒന്നാണ്. ഇതിന്റെ ബാക്കി വാക്യങ്ങളൊക്കെ വായിക്കാൻ ഉണ്ട്, സ്തോത്രം. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ സഹിതം നല്ല ഉറപ്പുള്ളവരായിട്ട് ഉണ്ടാകും. ഈ ആലയത്തിന്റെ വാതിൽ നിങ്ങൾ കറക്കുമ്പോൾ, നിങ്ങൾ ഇരിക്കുന്ന ഈ പ്രാർത്ഥനാ ഹാളിന്റെ അല്ലെ സൂമിൽ ഇരിക്കുന്നവർ ഇത് ആമേൻ എന്ത് ചെയ്യുക? ഇത് അടച്ചു കഴിയുമ്പോൾ, അല്ല നിങ്ങൾ ഈ മീറ്റിംഗ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വന്ന അനുഭവത്തിലായവരുത്. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, എന്റെ സാക്ഷ്യങ്ങളൊന്ന് പറയാൻ കാര്യം, സംസാരിക്കുന്ന ദൈവം ഉണ്ടെന്ന്. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ദൈവമുണ്ട്. ഞാൻ ഇതേ സ്ഥലത്ത് എന്റെ കർത്താവിന്റെ കാൽപെരുമാറ്റം കണ്ടിട്ടുണ്ട്. രാത്രി 2 മണിക്കൊക്കെയാ, അല്ല 2 മണി 3 മണിക്കൊക്കെയാ ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് കണ്ണുനീരോടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ തട്ടി ആശ്വസിപ്പിക്കുന്ന അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് പറ്റും. നിങ്ങൾ ക്ഷീണിച്ച് കിടക്കുമ്പോൾ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭാരപ്പെട്ടത് നിന്റെ കൂടെയുണ്ട്. ഒരു കമ്പനി അടയ്ക്കാൻ പോവുക, അല്ലെ അവിടുന്ന് ആൾക്കാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. നീ VIP കൂട്ടി മറ്റൊന്നും കൂട്ടണ്ട. നിന്നോട് കൂടെ നീ എവിടെ പോയാലും വരാമെന്ന് പറഞ്ഞവൻ നിന്റെ തലമുറ ഇവിടെ നട്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല, പക്ഷെ അവിടെ കൊണ്ടുപോയി അത് നിന്റെ തലമുറയ്ക്ക് അവകാശമാക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഞാൻ പറയുന്നത്, ഞങ്ങളിവിടെ വന്ന കാലത്ത് വലിയ പ്രതികൂലങ്ങളാണ്. ഇനി ഇങ്ങോട്ട് ആരും വരത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ദൈവാത്മാവ് പറഞ്ഞു, എന്തു ചെയ്യും? ഇനി അനവധി ആൾക്കാർ വരും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ചത്, അവൻ എന്ത് ചെയ്തു? സ്റ്റുഡന്റ് വിസ ഇഷ്യൂ ചെയ്തു, ഡിപ്പെൻഡന്റിനെ കൊണ്ടുവന്നു, കെയറേഴ്സിനെ കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ മലയാളികളെ വേറെ ആരെയും കാണില്ല, വെള്ളക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട് പോലൊക്കെ അങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികളെ, എവിടെയൊക്കെ തിരിഞ്ഞാലും മലയാളികളാണ്. ശൂന്യമേ അടച്ചെന്ന് പറഞ്ഞ് എവിടെ ഒന്ന് ചർച്ച തുടങ്ങി പറഞ്ഞു, ഇനി ആരും ഞങ്ങളെ ഭർത്താമക്കാർ കളിയാക്കുമായിരുന്നു, ഇനി നിങ്ങളുടെ ചർച്ചിലെങ്കിലും ഒരു മനുഷ്യൻ കിട്ടത്തില്ല. ഒരൊറ്റ മനുഷ്യൻ നിങ്ങളുടെയും ചർച്ചയിൽ ഇനി മലയാളി ഇങ്ങോട്ട് വരത്തില്ല പറഞ്ഞു. പാസ്റ്ററെ പണി പൂട്ടി എന്നതാ, ഇനി ഒരൊറ്റ മനുഷ്യൻ ഇങ്ങോട്ട്. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു, പറന്നും ഓടിയും നടന്നും വരും എന്ന് പറഞ്ഞാൽ സഭയിലേക്ക് ആള് വരുന്ന കാര്യമാണ്. പറന്നു വരുന്നവരുണ്ട്. ഇപ്പൊ ഇവിടെ വസ്തുവിന് വില കുറഞ്ഞു, ഈ UK തന്നെ വേറെ ഭാഗത്ത് സ്ഥലം വിറ്റ് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അടുത്ത ദേശത്ത് നിന്ന് ഈ സ്ഥലത്തും സ്ഥലം മേടിക്കുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞ വാക്ക് നിന്റെ തലമുറയോടാണെങ്കിൽ, നമുക്കറിയാം ഹാഗറിനോട് പറയുക, നീ എന്തിനാ എന്നോട് കരയുന്നത്? ഇതേ ഉറവിനരികിൽ ചില മാസങ്ങൾക്ക് മുമ്പ് അല്ല ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവന്റെ കൂടെ എന്റെ സാന്നിധ്യം ഉണ്ടാകും, അവനൊരു വലിയ ജാതിയാകും. അതേ ഉറവയുടെ അടുത്ത് കൊണ്ടുവന്നത് അവിശ്വാസത്തിൽ ആ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കുഞ്ഞിനെ കിടത്തിയിട്ടാണ് അങ്ങോട്ട് മാറിയിരുന്ന് കരയുന്നത്. അവന്റെ മരണം എനിക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ വാട്ടർ ടാങ്കിന്റെ ഒക്കെ മണ്ടയ്ക്കാണ് കിടക്കുന്നത്. നമ്മുടെ കണ്ണു തുറക്കാൻ, നമ്മുടെ ഭയം കാരണം, നമ്മുടെ നിരാശ കാരണം, നമ്മുടെ അവിശ്വാസം കാരണം നമ്മുടെ കണ്ണു തുറക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടത്, അടുത്ത ആഴ്ച വേണ്ടത് ദൈവം അവിടെ ആക്കിയിട്ടുണ്ട്. എൻ്റെ എപ്പോഴും ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. മരുഭൂമി യാത്ര ചെയ്യവരെ എന്ത് ചെയ്യാം, മാറയിൽ ചെന്നു. മാറയിൽ ചെന്നപ്പം വെള്ളം കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. മോശയ്ക്കേറെ പെറുപുറത്തു. ഞാൻ നേരത്തെ നെവിഷന്റെ കാര്യം നമ്മൾ വായിച്ചതുപോലെ അവിടെ പ്രതിവിധി ദൈവം ഒരുക്കിയിട്ടുണ്ട്. കയ്പ് വന്നപ്പോൾ അവിടെ ഒരു മരം ദൈവം സൃഷ്ടിച്ചതല്ല, തന്റെ ജനം ഇതിലെ വരുമെന്നും ഇത് കയ്പുള്ള വെള്ളമാണെന്നും അതിനെ പരിഹാരമാക്കി എന്ത് ചെയ്യുക, ദൈവം അവിടെ ഒരു വൃക്ഷം എന്ത് ചെയ്തിരുന്നു, വരുന്ന വഴിക്ക് നട്ടിരുന്നു. നിന്റെ ദോഹയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആ ദേശത്ത് തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, അല്പമായ അസ്വസ്ഥതകളും കാര്യങ്ങളും സ്വരച്ചേർച്ചകളും ഒക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിനക്ക് തക്കതായ തുണയാ ദൈവം തന്നിരിക്കുന്നത്. പലരുടെയും കുഴപ്പമെന്നാന്നറിയോ? ഞാനത് വിഷയം വിട്ടുപോകുമെന്ന് പറയട്ടെ. പലരുടെയും കുഴപ്പം, നമ്മൾ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയൊന്നും അല്ല നോക്കുന്നത്. നമ്മൾ വേറൊരാളെ നോക്കിയിട്ട് പറയുക, അവക്ക് എന്നാ കഴിവാ, അല്ലെ അച്ഛൻ എന്നെ കഴിവാ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം. ഇത് തമാശന് പറഞ്ഞാൽ പോലും കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ തമാശനായിരിക്കും പറഞ്ഞേ, അവളെ കണ്ട് പഠിക്കാൻ പറഞ്ഞേ, സംഭവമൊക്കെ ചിരിച്ചു തള്ളുമെങ്കിൽ അത് മനസ്സിൽ അവർ നോട്ട് ചെയ്തു.
ഇനി നാളെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പം ആ പാവപ്പെട്ട സഹോദരി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ സഹോദരിയുടെ നോട്ടം ഇങ്ങനെ എന്നാ ഇവക്ക് എന്നെക്കാൾ എന്തു ഇത്ര പ്രത്യേകത, ഇവിടെ വെച്ച കറിക്ക് എന്നെ ഇത്ര ടേസ്റ്റ്, ചുമ്മാതാ, വെറുതെയാ, ഇത് പിശാച് കൊണ്ടിടുന്നോ. ചിലർ പറയാം, ചിലർ എന്നോട് ഇങ്ങനോട് പക്ഷെ എന്നോ കഴിവ്, എന്റെ പൊന്ന് ദൈവമേ, ഒന്നും കഴിഞ്ഞിട്ട് ഒരു കഴിവില്ല. ഇവിടെ വന്ന് നിങ്ങളുടെ അവിടെ നീ ചിലപ്പോൾ ജോലി ചെയ്യാനൊക്കെ ആളെ കിട്ടി. ഇവിടെ അങ്ങനൊന്നും അല്ല, നമ്മൾ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. എല്ലാ സാധനവും പാക്കറ്റിലേക്ക് വരുമെന്നോട് നമ്മളെ സപ്ലൈ ചെയ്തോണം. പ്ലംബിങ് പഠിച്ചിട്ടില്ല, ഇലക്ട്രീഷ്യൻ പഠിച്ചിട്ടില്ല, ഒരു പണിയും പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് നിവൃത്തികേടുകൊണ്ട് എല്ലാം പഠിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു, അയ്യോ ആ പാഷൊക്കെ എല്ലോ അറിയാം. എന്റെ സഹോദരൻ പിറ്റേത്തുണ്ട് പാഷ കാരണം എന്നോട് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, പാഷ കാരണം സൗകര്യമില്ല എന്ന് വെച്ചാൽ പാഷ കുക്ക് ചെയ്യും, പാഷ അത് ചെയ്യും, പാഷ ശ്രുതി ചെയ്യും, ഇതേ പറയാനുള്ളത്. ഞാൻ സഭയിലിട്ട് ദയവ് ചെയ്ത് എന്റെ കാരണം നിങ്ങൾ എന്ത് ചെയ്ത് വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. നിനക്ക് തന്നിരിക്കുന്ന തക്ക തുണയാണ്. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ഞെട്ടലോട്ടൊരു കാര്യം പറയും. വളരെ അധികം ഡൈവോഴ്സുകൾ ഉണ്ടാകുന്ന കാര്യമാണ്. എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പിശാച് കയറിയ ഞങ്ങളും 30 വർഷമായി കുടുംബജീവിതം നയിച്ചുകൊണ്ട് 31 വർഷമായി. എപ്പോഴും വഴക്കമൊക്കെയാണ്. പക്ഷേ 10 മിനിറ്റ് 15 മിനിറ്റ് 5 മിനിറ്റ് അതിൽ കൂടുതൽ നിർണ്ണയിക്കത്തില്ല. ചിലർ വലിയ കേൾക്കും പറയും, ഓ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇന്ന് വരെ പോകുന്നൊന്നും വെറുതെയാ, ഒക്കെ വെറുതെയാ. നമ്മൾ ന്യൂട്രലൊന്ന് പയ്യെ ഒന്ന് ചെന്ന് നോക്കിയാൽ മതി, അല്ലെ അറിയാതെ അങ്ങനെ ഫോൺ ഓൺ ചെയ്ത് നിന്നാൽ മതി, തീർന്നു. ഇന്ന് രാത്രി നിനക്ക് തന്നിരിക്കുന്നതിനെ തിരഞ്ഞെടുത്ത് തന്നത് ദൈവം, ഒരിക്കലും പരാതി പറയരുത്. ഒരു തലമുറ തന്നപ്പോ അവന്റെ കുഞ്ഞ് എത്ര പഠിക്കുന്ന, ഇവനെന്താ പഠിച്ച്, ഇവൻ എന്നെ ഇവിടെ കുറവ്. പണ്ട് നമ്മളെയൊക്കെ നാട്ടിൽ എല്ലാവർക്കും ഡോക്ടർമാരും കളക്ടർമാരും അല്ലേ. ഒരു കാലത്ത് മിലിറ്ററിക്കാരായിരുന്നു. ഇങ്ങനെ മാറി മാറി വരുക. ഞാൻ ചോദിക്കട്ടെ, എത്ര എണ്ണത്തിനെ കർത്താവിന്റെ വഴിക്കൊന്ന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നു? ഞാൻ പഠിച്ച കാലത്തേക്ക് ഇന്നൊക്കെ എന്താ പറയുക, വിദ്യാഭ്യാസം ഉള്ളവർക്ക് ബൈബിൾ കോളേജ് ചേർത്തുള്ളൂ. ഞാൻ ആദ്യം പഠിച്ച ബൈബിൾ കോളേജ് ഞാനാണ് ഏറ്റവും ചെറുത്. ബാക്കിയെല്ലാം 55-60 വയസ്സുള്ള അപ്പച്ചന്മാരായിരുന്നു. ഞാൻ അതിനോട് കടന്ന് കളിക്കുമ്പം അപ്പച്ചന്മാർ പറഞ്ഞു, ഇവര് ഈ വികൃതി മാറാത്ത ചെറുക്കനെയൊക്കെ പിടിച്ച് ആരാ ബൈബിൾ സ്കൂളിൽ കയറ്റിയത് അല്ലേ. അന്ന് 10ാം ക്ലാസ് ഒന്നും പാസ്സണ്ട, എഴുതാനും വായിക്കാനും ഒന്നും അറിയണമെന്നൊന്നുമില്ല, ബൈബിൾ കോളേജ് പഠിപ്പിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞ് പഠിക്കാൻ ചെന്നു. അവിടെ പ്രീ ഡിഗ്രി പാസ്സായാൽ മതിയായിരുന്നു. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ ഡിഗ്രിയൊക്കെ മാറി. ഇപ്പൊ പണ്ടത്തെ ബൈബിൾ കോളേജുകളൊന്നും അല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തപ്പം നിനക്ക് എന്തെങ്കിലും കുറവ്, ദൈവത്തിന്റെ സൃഷ്ടി ഒന്നും അപൂർണമല്ല. ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലത്ത് നിനക്കുള്ള പരിഹാരം ദൈവം ശരി, നിനക്കൊരു രോഗം വരുത്തിയാൽ ആ രോഗത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അവൻ അവസ്ഥയ്ക്ക് ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം കാണാൻ ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകളും തുറക്കണം. നമ്മുടെ കൂടെ ഉള്ളത് മാംസഭുജങ്ങളല്ല, നമ്മുടെ ബുധമുള്ളത് മിസ്രൈമിന്റെ എന്ത് ചെയ്യുക, രഥങ്ങളും തേരുകളുമല്ല. ആത്മാവിന്റെ ശക്തിയാൽ എന്ത് ചെയ്യുക, പ്രവാചകൻ ഓടുക. ഈ തേരിന്റെയും ഈ മിസ്രൈമിയ പെൺകുതിരകളുടെയൊക്കെ മസിൽ പേശികളെ തോൽപ്പിച്ചുകൊണ്ട് ഓടുക. നീ ഒന്നൊന്ന് ഉണർന്നാ മാത്രം. ഒന്ന്, നീ കർത്താവിനെ തിരിച്ചറിയുക, കർത്താവിന്റെ പ്രോമിസുകളെ തിരിച്ചറിയുക. ഇവിടെ വലിയൊരു സൈന്യം വന്ന് നിൽക്കുക. പറയുക, എന്ത് ചെയ്യരുത്, നിങ്ങള് ഭയപ്പെടരുത്. മറ്റിടത്തൊക്കെ നമുക്ക് പറയത്തില്ലേ, ഈ പടയിൽ നിങ്ങള് പൊരുതാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യുദ്ധം യഹോവയുടേതാ, നമ്മൾ സമ്മതിക്കത്തില്ല, എന്റേതാന്ന് പറഞ്ഞ് നിൽക്കുക. നമ്മളങ്ങ് മാനസികമായി ഭാരപ്പെട്ട് എല്ലാവരെയും വിളിച്ച് അല്ലേ. ഇത് ആത്മീയത്തിൽ സ്പെഷ്യലിസ്റ്റുകളുടെ കാലമുള്ളൂ അല്ലേ. ഇനി വലിയ താമസിക്കാൻ നമ്മുടെ ചർച്ചകളിലൊക്കെ ഇരിക്കും മൾട്ടി സ്പെഷ്യലൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പോലെ സ്പെഷ്യലായിട്ടുള്ള ചർച്ചകൾ. ഇവിടെ ഭൂതം ഇറക്കും, പ്രവചനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വരും. ഇപ്പൊ കണ്ടിട്ടില്ല നാട്ടില് ഇന്ന കാര്യങ്ങളെല്ലാം ഈ ചർച്ചിൽ വന്ന് അതൊക്കെ വരും. അതിന് പൈസ എഴുതും ഇന്നത്. അപ്പൊ വ്യാജന ഇറക്കി ഇത്ര. ഞാനീ പറയുന്ന കാര്യം വെറുതെ അല്ല. പണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാ, കൊറോണ വരുന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. സഭായോഗത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടോ സ്വോത്രാഴ്ചയ്ക്ക് ഓൺലൈൻ ആകാൻ പോവുകയാണ്, ഏത് രാജ്യത്ത് ഇരുന്നുകൊണ്ട് നിനക്ക് സഭായം കൂടാം. അന്ന് ഈ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. കൊറോണ വന്ന് ഇപ്പൊ എന്ത് ചെയ്തു, വീട്ടിലെ സഭായോ. ഒരു കുറ്റം പറഞ്ഞ എന്റെ സുഹൃത്തുക്കളൊക്കെ അത് ചെയ്യുന്നത്. വീട്ടിൽ പോകണ്ട. നല്ലൊരു പങ്ക് പലരും എന്നോട് പല ദൈവദാസം പറഞ്ഞു, കൊറോണ കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ ആരും ചർച്ചയിൽ വരുന്നില്ല, ദശാംശം തരുന്നില്ല. എന്ത് ചെയ്യുക, അവർക്ക് തുണി തേക്കണ്ട, വീട്ടിൽ ഇരിക്കണ്ട, വീട്ടിൽ അങ്ങ് ഇരുന്നാൽ മതി, സഭായോഗം കൂടാം.
ഞാൻ പറയല്ല, അവരെ ആരെയും ഞാൻ വിമർശിക്കുകയല്ല. കാലങ്ങൾ മാറി മാറി വരികയാ, നിയമങ്ങൾ മാറി മാറി വരിക, പിശാചിന്റെ തന്ത്രങ്ങൾ മാറി മാറി വരികയാണ്. ആമേൻ. നീ പൊരുതണ്ടെന്ന് പറഞ്ഞ നീ പൊരുതാൻ ഇറങ്ങരുത്, നീ പരാജയപ്പെട്ടു പോകും. നീ ഇനി അമ്മാച്ചനിലോ അങ്ങളിലോ ഒന്നും എന്തെങ്കിലും ആശ്രയിക്കരുത്. ഇവിടെ വന്നിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ആമൻ എന്ത് ചെയ്യാ, ടെക്നോളജിയിലോ ഇവിടുത്തെ ആമൻ എന്ത് ചെയ്യാ, മെഡിക്കൽ സിസ്റ്റത്തിലൊന്നും ആശ്രയിക്കുന്നില്ല. ഞങ്ങള് എന്ത് ചെയ്യുക, നമുക്ക് ആശ്രയിക്കാൻ ഒരുവനുണ്ട്. അവൻ പറയുക, ആമൻ മാംസഭുജങ്ങളാണ് നിങ്ങളെ പിശാച് കൊണ്ടുതരുന്നത്, എന്റെ ഭുജം അതല്ല. ഈ യുദ്ധം നിങ്ങളുടേതല്ല, ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് പൊരുതേണ്ട ആവശ്യമില്ല. ഈ യുദ്ധം ആമൻ എന്ത്, യഹോവയ്ക്കുള്ള എന്റെ യുദ്ധമാ. യുദ്ധം ജയിക്കാൻ അഭിഷേകം ചെയ്തവരുണ്ട്, അതല്ല ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുന്ന യുദ്ധമില്ലേ, സ്തോത്രം. ഈ സ്കാവിന് അത് കഴിഞ്ഞ് പറ്റിയ നിങ്ങൾക്ക് അറിയാലോ, എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് എന്ത് ചെയ്തു, അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. ഇപ്പൊ നെഗളിച്ചു പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മാതാവിന് പിതാവിന് ചെലവിന് കൊടുക്കാൻ വയ്യ. എനിക്ക് പ്രാർത്ഥിച്ച ദൈവദാസന്മാര് ശോചനീയ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ചെയ്യാൻ കഴിയാത്തവർ. നമ്മൾ ഇന്ന് ദിവസങ്ങളിൽ പൂജാഗിരികൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി പോവാ. നമ്മുടെ ജീവിതത്തിൽ അനവധി പൂജാഗിരികളുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റാൻ പോവാം. എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കാര്യം മാത്രം പറ്റുന്നില്ല. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നിങ്ങളെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുക. ഈ വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ ഇരിക്കുന്ന മൊബൈല് ഓൺലി ഫോർ കോൾ, ഒരു കോള് മാത്രം, വിളിക്കാനും വന്ന എടുക്കാനും മാത്രം ഉപയോഗിക്കും. വലിയ പാടാ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ. നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞു വിട്ടു. വാട്സപ്പ് കണ്ടില്ല നമുക്ക് ഉറങ്ങാം, ബൈബിൾ വായിച്ചില്ല ഉറങ്ങാം, ഇല്ലേ? റീല് കണ്ടില്ല ഉറങ്ങാൻ പറ്റത്തില്ല. വാട്സപ്പിനകത്തെ മെസ്സേജുകളൊക്കെ നോക്കാതെ ഉറങ്ങാൻ പറ്റുമോ? പ്രാർത്ഥിച്ചില്ല നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, ബൈബിൾ വായിച്ചില്ലേലും ഉറങ്ങാം, ഈവൻ ഇതെല്ലാം കാരണം യോഗത്തിന് പോയില്ലേലും ഉറങ്ങാം. വാട്സപ്പ് വേണമെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? ദൈവങ്ങളെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സാധനം ഓഫ് ചെയ്ത് അങ്ങോട്ട് വെക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആ ഒരു 15 മിനിറ്റ് ഈ സാധനം ഒന്ന് ഫ്ലൈറ്റ് മോഡിലോ ഓഫ് ചെയ്ത് വെച്ചാൽ ലോകം ഒന്നും പോകത്തില്ല. ഞാനീ പറഞ്ഞ ഒരു പൂജാഗിരി ആ സാധനം, അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചേ. ഒരാത്മീകന് പറ്റുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഒന്ന് പോയി നോക്കിക്കേ. ഞാൻ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ആളായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ചടയുന്നതിന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം കയറി വന്നു. ഉപവാസം ഞാനെന്ന് പറയാൻ, ഞാൻ എന്റെ ചർച്ചയിൽ എപ്പോഴും പറയുന്നതാണ്, അവൻ ശരിക്കും ഒരു ന്യൂസ് പേപ്പർ പോലും ഫാസ്റ്റിംഗ് വായിക്കാൻ പാടില്ല വ്യവസ്ഥ. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വായിച്ചാൽ തീർന്നു. ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ച എന്തെങ്കിലും ഉണ്ടോ? ലോകത്തിൽ ഇന്ന് പകൽ എന്തോ നടക്കുന്നെന്ന് അറിയാം എന്ന് ഉപവാസത്തിലാ. ഈ സഭായോഗത്തിന് വന്നിരിക്കുമ്പോഴും പലരും ഇപ്പോൾ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ബാഗിനകത്തേലും വെച്ച് നോക്കുക. ഒച്ച കിട്ടില്ലേ? ആ സൈലന്റ് മൂഡ് കൂടെ അങ്ങ് മാറ്റിക്കണം. പയ്യെ കുനിഞ്ഞിരുന്നിട്ട് നോക്കി ഇതാരാ വിട്ടേന്ന്. ഇവിടെ പാസ്റ്റർ കിടന്ന് പ്രസംഗിക്കുക, ഒരു കുഞ്ഞ് നിലവിളിച്ച് സാക്ഷ്യം പറയുക, ഒരു സഹോദരി പറയുക, എന്റെ ജോലിക്ക് പ്രശ്നമാണ്, എന്റെ പിതാവിന് സുഖമില്ലാതെ കിടക്കുക. നമ്മളപ്പോ അടിയിരുന്ന് കിറുകിറുക്കാന്ന് ആളെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. കിട്ടുമോ നമുക്ക് ആ പറഞ്ഞ സാക്ഷ്യം? ഇല്ല. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തെ ഫലമേൽപ്പിച്ചൊരു ദൂതുമായി എന്ത് ചെയ്യുക, ആമേൻ, പരിശുദ്ധാത്മാവിൽ നിയോഗിതനായി നിങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി തിരിയുമ്പോൾ നിന്റെ ശ്രദ്ധ മാറ്റുന്ന ഒരു പൂജാഗിരി. അനവധി അനവധി പൂജാഗിരികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ഹൈ പ്ലേസുകൾക്കെല്ലാം ഒരു മാറ്റം വരുത്തും. സ്കാവ് ചെയ്ത് തന്നെ അതെല്ലാം വെട്ടിക്കളഞ്ഞു. നമ്മുടെ ജാതീയ ബിംബങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബിംബം നമ്മളാ. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിത്വത്തെ ഒന്ന് വെട്ടാൻ ഇന്ന് ആര് തയ്യാറാകും? ഞാൻ പറയത്തില്ലേ, എൻ്റെ ഒരു രീതി അത് നമ്മളിങ്ങനെ പറയുന്ന, ഞാൻ അങ്ങനെ സാധാരണ ചെയ്യും. നോ, നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ പുതിയ സൃഷ്ടിയായി. നീ ഇപ്പൊ കർത്താവ് ചിന്തിച്ച പോലെ ചിന്തിക്കണം, കർത്താവ് പറഞ്ഞ പോലെ പറയണം. അതാണ് വ്യവസ്ഥ. അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങളുടെ ഒരു നാട്ടുമര്യാദ അങ്ങനെയാ. ഇവിടെ വന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്തിയ കേട്ടോ. മോക്ക് 6 വയസ്സോടൊപ്പം ഇവിടെ വന്നേ, അവരെ ഇവിടെ വളർത്തി. അപ്പൊ അവരിവിടുത്തുകാരാ. എന്ത് പറഞ്ഞാലും പറയും ഇത് സ്ഥലം വേറെയാ. ഒന്നാമത്തെ കാര്യം മലയാളം നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനിവിടെ വരുത്തിക്കൊണ്ട കുഞ്ഞുങ്ങളെ എല്ലാം ഇന്നും ഒരു ചൈൽഡ് ഡെഡിക്കേഷൻ ഉണ്ട്. ഞാനവരെ അത് പറഞ്ഞു കൂട്ടത്തവരോട് പറഞ്ഞു, മാതൃക വെളിയിൽ നിന്ന് എടുക്കാൻ നോക്കരുത്, നിന്റെ കുഞ്ഞിന്റെ മാതൃക നിങ്ങളാ.
മൂത്ത കുഞ്ഞുങ്ങളോട് പറയാം, ആ കുഞ്ഞിനെ മാതൃകയോടെ നിങ്ങൾ പഠിപ്പിക്കണം. സഭയോട് പറഞ്ഞു, സഭയാണ് അവരുടെ മുമ്പിൽ മാതൃക കാണേണ്ടത്. ഒരു കുഞ്ഞ് യോഗത്തിന് വന്നു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുക? ആ കുഞ്ഞ് കാണുക, അവിടെ ഇരിക്കുന്ന ക്ലാസ് അങ്കിള് അല്ലെങ്കിൽ ഒരു സീനിയർ അങ്കിള്, ഒരു ആന്റി എന്ത് ചെയ്യുക? ഈ മൊബൈൽ എടുത്ത് കളിച്ചോണ്ടിരിക്കുക. പണ്ട് നമ്മുടെ ഭാഷന്മാരൊക്കെ പറയാറ് നഖം കുത്താനും, അല്ലേ? പിന്നെ ഒന്ന്, കുഞ്ഞുങ്ങളെ വീട്ടിലെങ്ങും കണ്ടിട്ട് ഒരു സ്നേഹം തോന്നിയില്ല. ആരാധന സ്ഥലത്ത് വരുമ്പോൾ ആ കുഞ്ഞിന്റെ സൗന്ദര്യം, അല്ലേ? കുഞ്ഞുങ്ങളെ എനിക്കും ഉണ്ട്, കൊച്ചുമോള്, എനിക്കും കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ പൂജാഗിരികളാണ്. കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല, കുഞ്ഞിനെ എങ്ങോട്ടൊന്ന് മാറ്റിയിരുത്താൻ. ഇനി എന്നോ സംഭവിച്ചാലും അങ്ങോട്ടൊന്ന് മാറ്റിയിരുത്താൻ, അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് പത്രോസിനോട് പറയുമ്പോൾ ഒരല്പം ഒന്ന് നീക്കിത്തരാം. ഇന്ന് സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളോട് വലിയൊരു പ്രസംഗമോ ഒന്നുമല്ല, ദൈവാത്മാവിന്റെ ഉള്ളിൽ തന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. എന്ത് ചെയ്യുക? നിങ്ങൾ ധൈര്യമായിരിക്കണം. പക്ഷെ ധൈര്യം സംഭരിക്കാനുള്ളൊരു കാര്യമാണ്. നീ നിനക്കറിയാം ഇതിനെ വെട്ടിയിട്ടില്ലെന്ന്. അടുത്തിരിക്കുന്ന ആൾക്ക് അറിയത്തില്ല, ഒരുപക്ഷെ സഭയിലെ പാസ്റ്റർക്ക് പോലും അറിയത്തില്ല നീ ചിലത് വെട്ടാനുണ്ടെന്ന്, ചിലതിനെ നീ നീക്കി കളയാനുണ്ടെന്ന് ദൈവദാസന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിനക്ക് വ്യക്തമായി അറിയാം. നീ മറ്റുള്ളവർ കാണുമ്പോഴും കാണാത്തപ്പോഴും ചെയ്യുന്ന അല്ല ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് മാറിയിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നിരുന്നു എന്ത് ചെയ്യുക? മറ്റുള്ളവരെല്ലാം പ്രാർത്ഥിക്കും. ഇങ്ങനെ അങ്ങനെ ചിലരെ കണ്ടിട്ടില്ല. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയും, അവര് പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എന്ത് ചെയ്യുക? എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. കുഞ്ഞ് പഠിച്ച സമയത്ത് പ്രാർത്ഥിച്ചിട്ടില്ല, കുഞ്ഞ് പഠിച്ചുകൊണ്ട സമയത്ത് കുഞ്ഞ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, കുഞ്ഞിനെ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ എല്ലാം എന്റെ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ജയിപ്പിച്ചു തരണം. കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരുടെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം? കുഞ്ഞിനെ ജയിപ്പിക്കും. വളരെ നിസ്സാരമായ കാര്യം, വളരെ 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 ലൈറ്റായ ഒരു കാര്യം പറയേണ്ടത്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? ചില പാരമ്പര്യങ്ങളെ വെട്ടുവാൻ, ചില ബലഹീനതകളുടെ മേൽ എന്ത് ചെയ്യുക? ഒരു ദൈവ സാന്നിധ്യം അയക്കാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലർക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല, അങ്ങനെ ചിന്തിക്കത്തില്ല, അത് കാണത്തില്ല, അങ്ങോട്ട് പോകത്തില്ല, അവരുമായ ഒരു ഫ്രണ്ട്ഷിപ്പിന് പോകത്തില്ല, ആകാത്ത വഴിയിൽ അവരുമായ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട എന്ന് പലരും തീരുമാനിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ കണ്ടു കഴിയുമ്പോൾ അവരോട് അങ്ങ് ഇരുന്ന് പോകുക, അല്ലെ അവർ പറയുന്നതിന് ബാക്കി പറഞ്ഞു പോകുക, അങ്ങോട്ട് നമ്മൾ അങ്ങ് പോവുക. നമ്മളെ ബലാത്കാരം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഫോഴ്സ് പോലെ. ഒരു ദിവസം പറയുന്നുണ്ട്, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിനെ ചെയ്യിക്കാത്ത, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന മറ്റൊരു ഫോഴ്സ്, അനദർ ഫോഴ്സ് ഞാൻ എൻ്റെ ഫ്ലഷിൽ, എൻ്റെ ജഡത്തിൽ കാണുന്നു. വായിച്ചിട്ടില്ലേ? എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യാൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ മെസ്സേജിലേക്ക്, ആഴമേറിയ ചരിത്രത്തിലേക്ക് ഒന്നുമല്ല പ്രസംഗിക്കാൻ ഇത്രയും വർഷത്തെ പ്രാക്ടീസ് കൊണ്ടും ഒക്കെ ദൈവത്തിന്റെ കൃപയാലൊക്കെ കഴിയും. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഈ ദിവസങ്ങളിൽ വേണ്ടത് ചെറിയ ചെറിയ മിനുക്കുപണികൾ മാത്രം, ഒരൊറ്റ വിട്ടുകൊണ്ട് മാറുന്ന ചില കാര്യങ്ങൾ, ചെറിയ ഒരു ഫിനിഷിങ് ടച്ച് മാത്രം അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുക. നമുക്കറിയാം, ദാവീദ്, ഞാനിങ്ങനെ പറയുന്ന ഒരു ചെറിയൊരു സംഭവം കൂടെ പറയുകയാണ്. ദാവീദ് തോട്ടിൽ നിന്ന് മിനുസമുള്ള കല്ല് പിറക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കല്ലിനെ കൊണ്ട് ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു സ്റ്റോറി പറയിച്ചു. ആദ്യം പഠിച്ച ബൈബിൾ കോളേജിന്റെ സമയത്ത് അവിടെ വെച്ച് സ്റ്റോറി പറയിച്ചാണ്. ഈ കല്ലങ്ങ് ഒരു മലയിലിരുന്നോ, ഒരു കാട്ടിലിരുന്നോ, ആ കല്ലിങ്ങനെ നാട്ടിൽ എന്ത് ചെയ്തു? അല്ലെങ്കിൽ മണിവലയാർ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആറിന്റെ തീരത്ത് നമ്മൾ ആ കല്ല് കയ്യിലെടുത്തു. കല്ലിനോട് നമ്മൾ ചോദിക്കുക, നീ ആരാ? നീ എവിടെ ആയിരുന്നു? നിന്റെ പാസ്റ്റ് എന്താണ്? ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ അങ്ങ് കാട്ടിലിരുന്ന ആളാ. എന്ത് ചെയ്തു? അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം എന്നെ അവിടെ നിന്ന് ഉരുട്ടി കുറെ താഴേക്ക് വന്നു. അതപ്പോ എന്നെ എടുത്ത് എന്ത് ചെയ്തു? ഒരാള് തല്ലി പൊട്ടിച്ചു. എന്റെ കുറെ ഭാഗങ്ങളൊക്കെ അടത്തിക്കളഞ്ഞൊരു കയ്യാല. പിന്നെ അടുത്ത മഴ വന്നപ്പോൾ എന്റെ ലാൻഡ് സ്ലൈഡിങ്, ഉരുളുപൊട്ടലിലൂടെ എന്ത് ചെയ്തു? എന്നെ അവിടുന്ന് കൊണ്ടുവന്നു വേറൊരിടത്ത് കൊണ്ടിട്ടു. കുറെ കാലത്തേക്ക് എന്നെ ആരും അറിയത്തില്ലായിരുന്നു, ആരും എന്നെ കാണത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ അവിടുന്ന് ഉരുട്ടി കൊണ്ടുവന്ന് വർഷങ്ങൾ കൂടി കയത്തിനടിയിലും ഒക്കെ കിടന്ന്, വെള്ളത്തിനടിയിലും ഒക്കെ കിടന്ന് ഇപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർക്കുന്നല്ലോ, ഞാനിങ്ങനെ മിനുസമുള്ള ആളല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ വന്നു. ലോകം എന്നെ അറിയാത്ത, എന്നെ ആരും കാണാത്ത ഇരുളിന്റെ സംഭവങ്ങളൊക്കെ കടന്നു. ഇപ്പോൾ ഞാനിങ്ങനെ മിനുസമുള്ളതായി. കാര്യം, ഈ മിനുസമുള്ള കല്ലായി മാറിയെങ്കിൽ മാത്രമേ നീ കവണയ്ക്കകത്തുനിന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ.
ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ തന്നത് നിന്റെ ചില മുനകൾ ഉടച്ചു കളയാൻ വേണ്ടിയാണ്. നിന്റെ ചില ഷാർപ്പ്നെസ്സുകൾ കളയാൻ വേണ്ടിയാണ്. നിന്റെ കളർ അല്പം കൂടെ ഒന്ന് എന്ത് ചെയ്യാൻ പോവുക? ദൈവം മാറ്റാൻ പോവുക. നിന്നെ കുറെ കൂടെ ശോഭയുള്ളതാക്കി മാറ്റാൻ വേണ്ടിയാ. കഴിഞ്ഞ കുറെ നാളുകളായി ആരും കാണാതെ ഒരു കഴിവുമില്ല എന്ന് നീ പോലും വിഷമിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ചില ഇരുളിന്റെ സന്ദർഭങ്ങളിൽ കിടന്നു. വീണ്ടും ചില പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ നീ മിനുങ്ങിയതായി, അല്ലെങ്കിൽ ഷോക്കേഴ്സ് വെക്കത്തക്ക രീതിയിൽ നീ എന്ത് ചെയ്തു ആയി തീർന്നു. അതുകൊണ്ടാണ് എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം കഴിഞ്ഞ നാളുകളിൽ ഭാരപ്പെട്ടിരുന്നു, കഴിഞ്ഞ നാളുകളിൽ പ്രയാസപ്പെട്ടിരുന്നു. അപ്പൊ ചില വിഷയങ്ങളുടെ പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങുക, അത് നിന്റെ വാതുക്കം നിൽക്കുക. അടുത്ത സെക്കൻഡിൽ നീ ഇന്ന് രാത്രിയിൽ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് നിന്റെ വ്യക്തി ജീവിതത്തിന്റെ കുറവൊന്ന് പരിഹരിച്ചാൽ നിന്റെ ശരീരത്തിലേക്ക് ഒരു സൗഖ്യം ഇറങ്ങാൻ പോവുക. നിന്റെ ബ്ലഡ് വെസലിലേക്ക് ദൈവത്തിന്റെ ബ്ലഡ് എന്ത് ചെയ്യാൻ പോവുക? ഈ രാത്രിക്കാലം കലരാൻ പോവുക. നിന്റെ ജോയിന്റ്സുകളിലേക്ക് ആമേൻ കർത്താവിന്റെ രക്തം തെറിക്കാൻ പോകും. ഇപ്പോൾ സൗഖ്യമാകാൻ പോവുക. നാളുകളായി നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന് മറുപടി നാളെ പ്രഭാതം നീ കേൾക്കാൻ പോവുക. നിന്നെ ഇങ്ങോട്ട് വിളിച്ച് തരാൻ പോവുക. നിന്നെ ഇങ്ങോട്ട് വിളിച്ച് നിനക്ക് തരാൻ പോവുക. കർത്താവിന്റെ കരത്തിലേക്ക് ഈ സന്ധ്യകളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു പോയിരുന്നു കഴിഞ്ഞാൽ നീ ഭാരത്തിലങ്ങ് വീണു പോവുക. നീ ഉറങ്ങിപ്പോകുക. നീ നിരാശയോടെ എഴുന്നേൽക്കുക. ആമേൻ പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. എന്തൊക്കെ പറഞ്ഞെന്ന് പോലും അറിയാൻ വയ്യാത്തൊരാത്മാവസ്ഥ. ഈ രാത്രികാലം കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ചില കർത്താവ് തൊടുക, ചില ഹൃദയങ്ങളിൽ കർത്താവ് ഒരു മാറ്റം വരുത്തുക, ചിലതിന്റെ എന്ത് ചെയ്യുക, ചിലതിന്റെ മുമ്പിൽ ചിലത് കർത്താവ് കാണിക്കാൻ പോവുക. നമ്മുടെ കൂടെ ഉള്ളവൻ നമുക്ക് പ്രത്യക്ഷനാകാൻ പോവുക. അതുകൊണ്ട് ആ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കെ. ശത്രുവിനെ കണ്ട് ഭയപ്പെടരുത്. ഭയം മാറ്റിക്കെ. നിന്റെ കൂടെ ഉള്ളവൻ അതിനെ സൃഷ്ടിച്ചവനാണ്. അവനേക്കാൾ വലിയവനാണ്. മാംസഭുജമല്ല, ആത്മഭുജമാണ് നിന്റെ കൂടെ ഉള്ളത്. ഈ രാത്രികാലം നിന്റെ തലവറ നോക്കിക്കൊണ്ട് പറ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഭാര്യയെ നോക്കിക്കൊണ്ട് ഭർത്താവ് പറ, ഇവൾ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട. ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഭാര്യ പറ, എന്റെ അച്ചായൻ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവനാ. എന്റെ സഭ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട. ഞങ്ങളുടെ ദൈവദാസൻ ദീർഘായുസ്സോടെ അഭിഷേകത്തോടെ നിൽക്കുവാൻ കർത്താവ് കരങ്ങളാൽ പിടിച്ചിരിക്കുക. വലിയൊരു ദൈവകൃപയോടെ ശത്രുവിനെ ഭയപ്പെടാതെ ഉറപ്പും ധൈര്യമുള്ളവരായി ശത്രുവിനെ പരാജയപ്പെടുത്തിയിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചില വീടുകൾ, ചില ഭവനങ്ങളിൽ, ചില ജോലി സ്ഥലങ്ങളിൽ നീ അറിയാത്ത ചില പ്രൊമോഷൻസ് കരം പിടിച്ച് ഇങ്ങനെ എടുക്കുക. കഴിഞ്ഞ നാളുകളിൽ നിന്നെ മാറ്റിയിട്ട് നിന്റെ മുമ്പിൽ പോയവരെ ചില ക്രമക്കേടുകളൊക്കെ നടത്തി ആ സ്ഥാനത്ത് നീ ആയിരുന്നു എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ ചില തൊഴിൽ മണ്ഡലത്തിൽ വരിക. വിസയുടെ വിഷയങ്ങളൊക്കെ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നീ അറിയാതെ സ്ഥലത്തുനിന്ന് നിനക്ക് വിസ തരുക. ചിലതൊക്കെ കർത്താവ് എന്ത് ചെയ്യാൻ പോവുക? നിനക്ക് വേണ്ടി ചില കാലാവധികളെ നീട്ടാൻ പോവുക. ചിലതിന് കർത്താവ് മാറ്റം വരുത്താൻ പോവുക. അതുകൊണ്ട് ഇന്ന് മാംസഭുജങ്ങളെ വെല്ലുന്ന, പിശാചിന്റെ തന്ത്രങ്ങളെ വെല്ലുന്ന ഒരു ആത്മശക്തിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത്രത്തോളം ഒരു അവസരം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ നിങ്ങൾ തുടർന്നും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദൈവദാസനെയും അവരുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം അറിയിച്ചുകൊണ്ട് ഇത്രത്തോളം അവസരം തന്ന കർത്താവിന്റെ ദാസനും സഭയ്ക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്ന കർത്താവ് നിങ്ങളെ സഹായിക്കും. താങ്ക് യു.